السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وبعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി ഈ മജ്ലിസിൽ പങ്കെടുക്കുവാനും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങൾ കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും കേൾക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരും എന്നൊരു ഉദ്ദേശത്തോടു കൂടി കേൾക്കുക, അത് അമലിൽ കൊണ്ടുവരാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ അമലിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ അത് ഉപകാരപ്രദമല്ലാത്ത അറിവാണ് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള അറിവുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഏറെ ഗൗരവമുള്ള കാര്യമാണ് പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണെങ്കിലും ഖുർആനിൻ്റെ ആയത്തുകളാണെങ്കിലും നാം ഓരോന്ന് കേൾക്കുമ്പോൾ അത് ബിഇദ്നില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരും എന്ന ഉദ്ദേശത്തിൽ നാം കേൾക്കുക. കാരണം ആയത്ത് നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം അറിയാം, ഹദീസുകൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഇമാം അബൂ സുറഅത്ത് റാസി ഒരിക്കൽ യഹ്യ ഇബ്നു ബുക്കൈർ റഹിമഹുള്ളയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹ്യ ഇബ്നു ബുക്കൈർ അബൂ സുറഅത്ത് റാസിയോട്, അബൂ സുറഅയെ നിങ്ങൾക്കറിയാം, വലിയ ഇമാമാണ്, ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് അബൂ സുറഅത്ത് റാസി. അദ്ദേഹത്തോട് യഹ്യ ഇബ്നു ബുക്കൈർ റഹിമഹുള്ള പറഞ്ഞു, നീ ഒരു ഹദീസ് കേൾക്കുമ്പോൾ അത് ഈ രൂപത്തിൽ കേൾക്കാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് നീ കേൾക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു വിരിയുണ്ട്, ഒരു വിരിപ്പുണ്ട്, ഒരു മറയുണ്ട്. ആ മറ നീക്കി നോക്കുമ്പോൾ നിന്റെ മുന്നിലിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളുമാണ് എന്ന നിലയിൽ ഹദീസുകൾ നീ കേൾക്കാൻ ശ്രമിക്കുക എന്ന് യഹ്യ ഇബ്നു ബുക്കൈർ ഇമാം അബൂ സുറഅത്ത് റാസിയോട് പറഞ്ഞതായി ഇബ്നു ജമാഅത്ത് അൽ കിനാനി അദ്ദേഹത്തിന്റെ തദ്കിറത്തുസ് സാമിഇൽ ഇമാം ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ അൽ അഖ്ലാഖ് റാവി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് ഒരു ഹദീസ് നിങ്ങൾ കേട്ടാൽ യഹ്യ ഇബ്നു ബുക്കൈർ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിൽ ഒരു വിരി വിരിച്ചിരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ കേട്ടാൽ ആ വിരി നീക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് എന്ന നിലയിൽ ഹദീസുകൾ കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ, ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അതിൽ രാപ്പകലുകളെ അള്ളാഹു സംവിധാനിക്കുകയും ചെയ്തു. ഒന്നിനു പിറകെ മറ്റൊന്നായി അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിന് ശേഷം രാത്രി, അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നു. ഒന്നിനു പിറകെ മറ്റൊന്നായി രാത്രിയാകുന്നു, പിന്നെ രാവിലെയാകുന്നു, പിന്നെയും രാത്രിയാകുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന അവന്റെ തദ്ബീറാണ്. സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്നതായി കാണാം, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും അള്ളാഹു മാറ്റി മാറ്റി കൊണ്ടുവരുന്നു. ഇതൊക്കെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന പ്രതിഭാസങ്ങളാണ്. ഇപ്പോൾ ഇതാ രാത്രിയായി, കുറച്ചു നേരത്തെ പകലായിരുന്നു, ഇനി നാളെ രാവിലെ പകലാകും. ഇത് സ്ഥിരമായി നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോൾ നാം ഒരു കാര്യം മറന്നുപോകരുത്, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. യുഖല്ലിബുല്ലാഹ്, ആ റബ്ബാണ് ഈ രാവിനെയും പകലിനെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. ശേഷം അള്ളാഹു പറയുന്ന വാക്ക്, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ പാഠമുണ്ട്. ഇതെങ്ങനെയാണ് മാറി വരുന്നത്? ഇതിനെ സംവിധാനിച്ചവൻ ആരാണ്? ഇതിനെ സൃഷ്ടിച്ചവൻ ആരാണ്? ഇതൊന്നും വെറുതെ അങ്ങ് ഉണ്ടായതല്ല. അപ്പോൾ രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ച് അതിനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളിങ്ങനെ ഖുർആനിന്റെ അർത്ഥങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടുപോകാറാണ് പതിവ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അതിൽ നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്, അതിൽ നിങ്ങൾ ധാരാളം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ,
മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിൽ ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ പലതും മനസ്സിലാക്കാനുണ്ട്. ഇതൊന്നും ഇങ്ങനെ മാറി മാറി വന്നിട്ടും നമ്മുടെ മനസ്സുകളിൽ പ്രത്യേകിച്ചൊരു ചിന്തയും വരുന്നില്ല എങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ നാം ബുദ്ധിയില്ലാത്തവരാണ്, അതല്ലെങ്കിൽ വേണ്ടതുപോലെ ഖുർആനിന്റെ ആയത്തുകളെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കാത്തവരാണ്. അപ്പോൾ രാത്രിയായി ഇനി നാളെ രാവിലെയാകും എന്നിങ്ങനെ നമ്മൾ കണ്ടു തീർക്കുന്നു എന്നത് മാത്രമാണ്, അതല്ലാതെ നാം ഒന്നും ചിന്തിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് രാവും പകലും എന്നുള്ളത്. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തുകയും ചെയ്തു. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞു, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്കിതാ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു, നിങ്ങൾക്കത് ഉപയോഗിക്കാം. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന, നിങ്ങൾക്ക് അള്ളാഹു ഇതാ അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞു തന്നിരിക്കുന്നു. ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ, നാം ജീവിക്കുന്ന ഈ ദുനിയാവിൽ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഓരോരോ ദിവസവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര അനുഗ്രഹങ്ങൾ, അതിൽപ്പെട്ടതാണ് ഈ രാവും പകലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മറ്റൊരായത്തിൽ അല്ലാഹു ചോദിക്കുന്നത് പോലെ, ഖുൽ അറഅയ്തും ഇൻ ജഅല അല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയെ പതിവാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ രാത്രിയായി, നാളെ നേരം പുലർന്നില്ല, നാളെ നേരം പുലർന്നില്ലായിരുന്നുവെങ്കിൽ, സ്ഥിരമായി രാത്രിയാണെങ്കിൽ നിങ്ങൾക്കാരാണ് പ്രകാശം കൊണ്ടു തരിക? അതുപോലെ ഖുൽ അറഅയ്തും ഇൻ ജഅല അല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഇനി നിങ്ങൾക്ക് എപ്പോഴും പകലാണ്, രാത്രിയാകുന്നേയില്ല. മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ, നിങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സ്വസ്ഥമായി ഒന്ന് കിടക്കാൻ ആ രാത്രിയെ കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചു തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഗുണപാഠമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഞാൻ ആമുഖമായി ഈ ഒരു കാര്യം പറയാനുള്ള കാരണം, നാം ദൈനംദിന ജീവിതത്തിൽ ഇതൊക്കെ എപ്പോഴും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ പലപ്പോഴും ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോവുകയാണ്. രാത്രിയാകുന്നു, പകലാകുന്നു, ഇതൊക്കെ തനിയെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു, അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യമൊന്നും പലപ്പോഴും നമുക്ക് പലർക്കും ഓർക്കാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാനും ഓർക്കാനും അതിലൊക്കെ ദൃഷ്ടാന്തം കണ്ടെത്താനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെ നമുക്കിവിടെ നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അല്ലാഹു സൂറത്ത് യൂസുഫിൽ പറയുന്നു, ചില ആളുകളെ വിമർശിച്ചുകൊണ്ട്, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ, ചില ആളുകളുണ്ട്, അവർ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അതിൽ യാതൊരു ചിന്തകളുമില്ല, അവർ അതിനെ അവഗണിക്കുന്ന നിലയിലാണ് അവരുടെ തിരിഞ്ഞുപോക്ക് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ആ ആക്ഷേപം നമ്മളിൽ ഏൽക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. റബ്ബിന്റെ സൃഷ്ടികളെക്കുറിച്ച് നാം ചിന്തിക്കുക. അല്ലാഹു ഈ ലോകത്തെ സംവിധാനിച്ചിരിക്കുന്ന രാവും പകലും അതിനെക്കുറിച്ച് നാം ചിന്തിക്കുക. ഹില്യത്തു അബി നുഐം അൽ അസ്ഫഹാനിയുടെ അൽ ഹില്യയിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയിൽ നിന്ന് ഒരു അസർ ഉദ്ധരിക്കുന്നതായി കാണാം. ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമായ ഇബാദത്താണ്, ഏറെ ശ്രേഷ്ഠമായ ഇബാദത്താണ് ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും റബ്ബിന്റെ ഖുദ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും നാം ശ്രമിക്കുക. ഇങ്ങനെ രാവും പകലും മാറി വരുമ്പോൾ ഒരു വർഷത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് കാലാവസ്ഥകളാണ് പ്രധാനമായും നാം കണ്ടുമുട്ടുന്നത്. ഒന്ന് ഉഷ്ണകാലവും മറ്റൊന്ന് ശൈത്യവും, അഥവാ ചൂടും തണുപ്പും. ഈ രണ്ട് കാലഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് കാലാവസ്ഥകളാണ് പ്രധാനമായും നാം കണ്ടുവരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയാകുന്നു, രാവിലെയാകുന്നു എന്ന നിലയിൽ ഈ പറഞ്ഞ കാര്യവും തണുപ്പാകുന്നു, ചൂടാകുന്നു. പലരുടെയും ചിന്ത എന്താണ്?
ചൂടാകുമ്പോൾ വീട്ടിലൊന്നുകിൽ AC വെക്കേണ്ടി വരും. അതുപോലെ തണുപ്പാകുമ്പോൾ ചൂടിനെ അല്ലെങ്കിൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരേണ്ടി വരും. എന്നതിലുപരി ഈ ചൂടിനെ കൊണ്ടുവരുന്ന ഒരു റബ്ബുണ്ട്, ഈ തണുപ്പിനെ കൊണ്ടുവരുന്ന ഒരു റബ്ബുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും നമുക്കില്ല. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നതായി കാണാം, ശക്തമായ തണുപ്പ് കാലഘട്ടം വന്നാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദിവസങ്ങളൊക്കെ ചിലർ അനുഭവിച്ചതുപോലെ ശക്തമായ മഴയും അതിനെ തുടർന്ന് തണുപ്പും ഉണ്ടായാൽ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നു, ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരേണ്ട ചിന്ത, ഈ തണുപ്പ് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ കഠിനമായ തണുപ്പ് നരകശിക്ഷയുടെ ഭാഗമാണ്. ഈ തണുപ്പ് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പരലോകത്തെത്തിയാൽ അള്ളാഹുവിന്റെ അരികിൽ എന്നെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അതിലെ കഠിനമായ തണുപ്പ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാൻ സാധിക്കുക? അതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നാം എല്ലാവരും ശൈത്യ കാലഘട്ടത്തിലാണുള്ളത്, ശൈത്യ കാലാവസ്ഥയാണ്, തണുപ്പാണ്, അതുപോലെ തന്നെ മഴ വർഷിക്കുന്ന സമയമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു ഭാഗമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് പരിപൂർണമായ ഒരു മതമാണ്. ഏത് മേഖലകളാണെങ്കിലും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇസ്ലാമിന്റെ അധ്യാപനം വളരെ വ്യക്തമായി ഉണ്ട്. കച്ചവടത്തിൽ, സമ്പത്തിന്റെ വ്യവസ്ഥകളിൽ, ഇങ്ങനെ ഏത് മേഖലകൾ നോക്കിയാലും മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരോട് എങ്ങനെ പെരുമാറണം, ഏത് മേഖലകൾ നിങ്ങൾ നോക്കിയാലും ആ മേഖലയിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുണ്ട്. അപ്രകാരം ഇസ്ലാം ചില അധ്യാപനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ സാഹചര്യമാണ് തണുപ്പ് കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശൈത്യ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ ഈ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ബാധ്യതകളുണ്ട്. അതിലൊന്നാമത്തേത് മുസ്ലിം ആയതിന്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. എത്ര വലിയ അനുഗ്രഹമാണ്! ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഇസ്ലാമിന്റെ വ്യക്തമായ അധ്യാപനങ്ങളുണ്ട്. ഏത് കാര്യത്തിലും ഒരു നിയമം അള്ളാഹു നമുക്ക് ഇറക്കി തരികയും നമ്മെ അങ്ങ് വിട്ടേച്ചു പോവുകയും അല്ല ചെയ്തത്, മറിച്ച് ആ നിയമം അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. അത് ചൂടുകാലത്ത് ആ നിയമം നമുക്ക് നടപ്പിലാക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. തണുപ്പ് കാലഘട്ടത്തിൽ ആ നിയമം നമുക്ക് നടപ്പിലാക്കാൻ വല്ല പ്രയാസമുണ്ടെങ്കിൽ അതിലുള്ള ഇളവ് എന്താണ് എന്ന് ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത്തരത്തിൽ സമ്പൂർണമായ ഒരു ശരീഅത്ത് അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളത് സഹോദരങ്ങളെ, റബ്ബിനെ നാം ശുക്ർ ചെയ്യേണ്ട വളരെ വലിയ ഒരു നിഅമത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിൽ 2 കാലാവസ്ഥകളാണ്, ഒന്നുകിൽ ചൂട്, അതല്ലെങ്കിൽ തണുപ്പ്. 4ആയും ചില പണ്ഡിതന്മാർ പറയുന്നെങ്കിലും ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ഒരു വർഷം 2 കാലാവസ്ഥയുള്ളതാണ്, ഒന്ന് തണുപ്പ്, മറ്റൊന്ന് ചൂട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഇമാം മാലിക്കിൽ നിന്ന് ഈ ഒരു അസർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഈ തണുപ്പുമായി ബന്ധപ്പെട്ട്, തണുപ്പ് കാലഘട്ടവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തണുപ്പ് വരുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അതിൽ വരുന്ന മഴയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അധ്യാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് പൊതുവിൽ ആവശ്യം വരുന്ന ചില മസലകൾ മാത്രമാണ് ബിഇദ്നില്ലാഹ് എന്നിവിടെ ദർസിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തിന്റെ കുറവ് കാരണം എല്ലാ വിഷയങ്ങളും നമുക്ക് പറയാൻ ഇവിടെ സമയമില്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഴയ കാലഘട്ടം മുതൽ തന്നെ ഈ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിരുന്നു. തണുപ്പുകാലവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മഴക്കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മഴയുടെ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന വിഷയത്തിൽ ധാരാളം കിതാബുകൾ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ഇബ്നു അബി ദുനിയ റഹിമഹുള്ളക്ക് ഒരു കിതാബുണ്ട്, അൽ മതറു വർ-റഅദു വൽ ബർഖു വർ-റീഹ്. മഴയും ഇടിമിന്നലും അപ്രകാരം കാറ്റും, അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കിതാബ് എഴുതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആ വിഷയത്തിൽ ക്രോഡീകരിക്കുകയും ചെയ്തു. അപ്രകാരം ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ഇർഷാദുൽ ഫതാ ഇലാ അഹാദീസ് അശ്ശിതാ എന്ന പേരിലും ഈ വിഷയത്തിൽ ഒരു കിതാബ് എഴുതിയതായി നമുക്ക് കാണാം. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം എത്ര സുന്ദരമായ മതമാണ്, എത്ര സുന്ദരമായ മതമാണ്. ജീവിതത്തിന്റെ ഏത് മേഖലയിലുള്ള അധ്യാപനങ്ങളും ഇസ്ലാമിൽ നമുക്ക് കാണാം. ഏത് മേഖലയാവട്ടെ ഇസ്ലാമിൽ അതിന് വ്യക്തമായ അധ്യാപനങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് ഇസ്ലാം നൽകിയതിൽ സഹോദരങ്ങളെ ആവർത്തിച്ച് റബ്ബിനെ ശുക്ർ ചെയ്യുക. ഇത് നമുക്കില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു അധ്യാപനം നമുക്കില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് ഒരു
പിടിവള്ളിയില്ല. നമുക്കൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു കാര്യം വന്നാൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു മാർഗരേഖ നമുക്കുണ്ടാവില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, മഴക്കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മഴയുടെ കാലാവസ്ഥയിൽ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അടിസ്ഥാനപരമായി മഴ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അടിസ്ഥാനപരമായി മഴ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്, അവന്റെ റഹ്മത്താണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മഴയെ റഹ്മത്ത് എന്ന പദം കൊണ്ട് പല സ്ഥലങ്ങളിലും വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മഴയെ റഹ്മത്ത് എന്ന് പല സ്ഥലങ്ങളിലും വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സൂറത്തുൽ ഹജ്ജിലൊക്കെ അള്ളാഹു പറയുന്നു, അലം തറ അന്ന അല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫതുസ്ബിഹുൽ അർളു മുഖ്ളറ. അള്ളാഹു നിങ്ങൾക്കിതാ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന നിലയിൽ അള്ളാഹു ഔദാര്യമായി മഴയെ എടുത്തു പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ മഴ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് മഴ എന്നുള്ളത്. ഈ മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചതുപോലെ അത് വർഷിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ മഴക്കാലത്ത് ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, മഴ വർഷിപ്പിക്കുന്നത് അഖദിയായ നമ്മുടെ വിശ്വാസപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ചില ആളുകൾ വിശ്വസിച്ചിരുന്നു ചില നക്ഷത്രങ്ങളാണ് മഴ വർഷിപ്പിക്കുന്നത്, ചില നക്ഷത്രങ്ങളാണ് മഴ വർഷിപ്പിക്കുന്നത്. അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷേധിച്ചു. ഇസ്ലാം അതിനെതിരെ മറുപടി പറഞ്ഞു. അള്ളാഹുവാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ഇസ്ലാം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏതെങ്കിലും നക്ഷത്രം വന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ നക്ഷത്രമാണ് മഴ പെയ്യിപ്പിച്ചത് എന്നൊരുവൻ വിശ്വസിച്ചാൽ അത് വലിയ ശിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. രണ്ടാമത്തേത്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾ പറയാണ് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്, പക്ഷേ ഇന്ന നക്ഷത്രം വന്നതാണ് അതിന് കാരണം, ഇന്ന നക്ഷത്രം വന്നതാണ് അതിന് കാരണം എന്ന് പറയുകയാണെങ്കിൽ അത് ചെറിയ ശിർക്കുകളിൽ പെട്ടതാണ്, അത് ചെറിയ ശിർക്കിൽ പെട്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കാത്ത ഒരു വിഷയത്തെ നാം കാരണമാക്കുക എന്ന് പറയുന്നത് ചെറിയ ശിർക്കാണ്. ഒരു വിഷയത്തിൽ അല്ലാഹു കാരണമാക്കാത്ത ഒരു വിഷയത്തെ നാം കാരണമാക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്. മഴ വർഷിക്കുന്നതിൽ നക്ഷത്രങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വർഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും, ഇമാം ഇബ്നു മുഫ്ലിഹിനെ പോലെയുള്ള പല പണ്ഡിതന്മാരും പറയുന്നതായി കാണാം, മഴയുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട മര്യാദ എന്ന് പറയുന്നത് പരിപൂർണമായി അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക, പരിപൂർണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആ മഴയെ നാം ചേർത്ത് പറയുക. അത് ഏതെങ്കിലും ഒരു മാസവുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമായോ യാതൊരു രീതിയിലും അതിനെ ബന്ധിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന് ഏറ്റവും യോജിച്ചത് എന്ന് ഇബ്നു മുഫ്ലിഹ് റഹിമഹുള്ളയൊക്കെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അപ്രകാരം തന്നെ മഴയുടെ ദിവസങ്ങളിൽ പല സഹോദരങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ള ചില മസലകൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശം. മഴയുമായി ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ ചോദിക്കാറുള്ള ഒരു വിഷയമാണ്, നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചു നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടാകും, നാളെ മഴയുണ്ടാകും അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ മഴയുണ്ടാകും. അങ്ങനെ പ്രവചിക്കുന്നത് അത് ഗൈബ് വാദിക്കലാണോ അല്ലെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണോ എന്നുള്ളത് ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് നാളെ മഴയുണ്ടാകും അല്ലെങ്കിൽ മറ്റന്നാളെ മഴയുണ്ടാകും എന്ന് പറയുന്നത്? അത് കാറ്റിന്റെ വേഗതയും അതുപോലെ തന്നെ അതിന്റെ ദിശയും ഒക്കെ അനുസരിച്ചാണ് അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. കാറ്റിന്റെ വേഗതയും അതിന്റെ ദിശയും അനുസരിച്ചാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. അത് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് വരുന്ന ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വരെയുള്ള മഴയുടെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ 5 ദിവസത്തിന് ശേഷം ഇങ്ങനെ മഴയുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ശരിയാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നൊക്കെ പഠനങ്ങൾ കാണാം. ഇവിടെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നത് ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഒരിക്കലും ഇസ്ലാം എതിർക്കുന്നില്ല. ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും അതിനടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഇസ്ലാം എതിർക്കുന്നതല്ല. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിച്ചെന്ന് പറയാൻ പാടില്ല, എന്തായാലും മഴ പെയ്യും എന്ന് പറയാൻ പാടില്ല.
അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഴ ഉണ്ടാകുമെന്ന് പറയും, പക്ഷേ മഴ ഉണ്ടാവാറില്ല. അത് നമ്മൾ തന്നെ കാണുന്നതാണ്. 3-ാം നൂറ്റാണ്ടിൽ ഇബ്നുൽ ഇമാദ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഷദറാത്തുൽ ദഹബ് എന്ന കിതാബിൽ പറയുന്നതായി കാണാം, ഒരു ദിവസം അറഫ ദിവസത്തിൽ ബഗ്ദാദിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയും കഠിനമായ ചൂട് കാരണത്താൽ അവർ ചൂടിന് ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിസ്കരിക്കുകയും ചെയ്തു. നിസ്കാരശേഷം, വളരെ ചൂട് കാലമാണ്, അന്ന് മഴ ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയുന്ന സമയമാണ്, പക്ഷെ അതിനുശേഷം അതികഠിനമായ മഴ വർഷിക്കുകയും ശക്തമായ കാറ്റുണ്ടാവുകയും വെള്ളമൊക്കെ തണുത്ത് ഐസായി പോവുകയും ജനങ്ങൾ അതിനുശേഷം തണുപ്പിൽ നിന്ന് മോചനം ലഭിക്കാൻ തീ കായുകയും ചെയ്തു എന്ന് ഇബ്നുൽ ഇമാദ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഷദറാത്തുൽ ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല, അത് എതിർക്കേണ്ടതില്ല. മറിച്ച് അത് നാം 100% ശരിയാകും എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് നിർവാഹമില്ല. മറിച്ച് അത് തെറ്റുപറ്റാം. പക്ഷെ അത് ഒരു വ്യക്തി നോക്കുകയാണെങ്കിൽ തന്നെ അത് ഗൈബ് വാദിക്കുന്ന ഒരു പ്രവർത്തനമല്ല. അപ്രകാരം മഴയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട അഹ്കാമുകളിൽപ്പെട്ടതാണ്, മഴവെള്ളം ശുദ്ധിയുള്ള വെള്ളമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ. മഴവെള്ളം ശുദ്ധിയുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഒരു ബക്കറ്റിൽ മഴവെള്ളം പിടിച്ചു വെക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് വുളൂ ചെയ്യാം, അത് ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാം. അതിൽ യാതൊരു പ്രയാസവും തോന്നേണ്ടതില്ല. ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മആലിമു തൻസീലിൽ പറയുന്നു, ഹുവ ത്വാഹിറു ഫീ നഫ്സിഹി അൽ മുതഹ്ഹിറു ലിഗൈരി. മഴവെള്ളം എന്നാൽ അത് ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു ഈ പറഞ്ഞ തഹൂർ എന്നാൽ അത് സ്വന്തം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമാണ്. അതുകൊണ്ട് മഴവെള്ളം ഇത്തരത്തിൽ ഉപയോഗിക്കാം, വുളൂ എടുക്കാനോ കുളിക്കാനോ ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രയാസവും തോന്നേണ്ടതില്ല. അപ്രകാരം ശുദ്ധിയുമായി ബന്ധപ്പെട്ട് മഴക്കാലത്ത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അവസരമാണ് മഴക്കാലം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അവസരമാണ്. എന്തുകൊണ്ടാണ്? മഴക്കാലത്ത് സ്വാഭാവികമായി പല ദിവസങ്ങളിലും തണുപ്പ് കൂടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും നിങ്ങളുടെ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ നമുക്ക് പറഞ്ഞു തന്നാലും. അവിടുന്ന് പറഞ്ഞു, ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹ്. ഇസ്ബാഗുൽ വുദൂഇ അലാ അൽ മകാരിഹ്. പ്രയാസമുള്ള വേളകളിൽ വുദൂ നന്നായി എടുക്കുക എന്ന് പറയുന്നത് പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ, പദവികൾ ഉയർത്തപ്പെടാനുള്ള കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രവാചകൻ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തന്നാൽ അത് നാം അമലിൽ കൊണ്ടുവരണം. എങ്ങനെയാണ് അമലിൽ കൊണ്ടുവരേണ്ടത്? ഇനി മുതൽ നിങ്ങൾ വുളൂ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫജ്റിനൊക്കെ കുറച്ച് തണുപ്പുണ്ട് എങ്കിൽ ആ സമയത്ത് ഈ ഒരു നിയ്യത്ത് നമുക്കുണ്ടാകണം. ഈ വുളൂയിലൂടെ, പൊതുവെ വുളൂവിന്റെ ഫضൽ എന്താണ്? ഒരു വ്യക്തി വുളൂ ചെയ്യുന്നതോടുകൂടി അയാളുടെ സകല പാപങ്ങളും, അയാളുടെ പാപങ്ങളൊക്കെ ആ വെള്ളത്തോടൊപ്പം കുതിർന്നു വീഴുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ, പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതിന് പുറമെ ദറജകൾ ഉയരാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. പ്രയാസമുള്ള വേളകളിൽ, കഠിനമായ തണുപ്പും മറ്റുമൊക്കെയുള്ള വേളകളിൽ വുളൂ ചെയ്യുക എന്നത്. അതുകൊണ്ട് ഇനി മുതൽ വുളൂ ചെയ്യുമ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. മനസ്സിലാവുണ്ടോ? ഇസ്ബാഗുൽ വുദൂഇ അലാ അൽ മകാരിഹ്. ഇനി ഒരു വ്യക്തിക്ക് വെള്ളം ചൂടാക്കിയിട്ട് വുളൂ ചെയ്യാമോ? അതിന്റെ ഹുക്ം എന്താണ്? അനുവദനീയമാണ്. വെള്ളം ചൂടാക്കിയിട്ട് വുളൂ ചെയ്യുക എന്ന് പറയുന്നത് അനുവദനീയമാണ്. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ഔസത്തിൽ പറഞ്ഞു, അൽ മാഉൽ മുസഖ്ഖൻ ദാഖിലുൻ ഫീ ജുംലത്തിൽ മിയാഹി അല്ലതി അമറ അന്നാസു അൻ യതതഹറു ബിഹാ. ജനങ്ങളോട് നിങ്ങൾ ശുദ്ധിയാകണം എന്ന് കൽപ്പിച്ചിരിക്കുന്നതിൽ പെട്ടതാണ് ചൂടുവെള്ളം കൊണ്ട് ഒരു വ്യക്തി ശുദ്ധിയാകുന്നതും. ഒരു വ്യക്തിക്ക് ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ശുദ്ധിയാകൽ അനുവദനീയമാണ്. ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധിയാകൽ അനുവദനീയമാണ്. ഇനി അങ്ങനെ ചൂടുവെള്ളം ഉപയോഗിച്ചതിന്റെ പേരിൽ വുളൂഇന്റെ ഫളായിലുകൾ, വുളൂഇന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിക്കാതെ പോവോ?
ഇമാം ഉബ്ബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇക്മാലുൽ മുഅലിം എന്ന കിതാബിൽ പറയുന്നു, തസ്ഖീനുൽ മാ ലിദഫഇ ബറദിഹി ലിയഖ്വ അലൽ ഇബാദ ലാ യംനഉ മിൻ ഹുസൂലിസ് സവാബിൽ മദ്കൂർ. നമുക്ക് ഇബാദത്ത് എളുപ്പമാകാൻ വേണ്ടി നാം വെള്ളം ചൂടാക്കുകയാണെങ്കിൽ, നമുക്ക് ഇബാദത്ത് എളുപ്പമാകണം, അതുകൊണ്ട് നാം വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഈ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഇമാം ഉബ്ബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇക്മാലുൽ മുഅലിം എന്ന കിതാബിൽ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം. മാത്രമല്ല, സഹാബികളിൽ ധാരാളം ആളുകൾ വെള്ളം ചൂടാക്കിയിട്ട് വുദൂ ചെയ്യാറുണ്ട് എന്ന് അബ്ദുറസാഖ് അസ്സനആനി അദ്ദേഹത്തിന്റെ മുസന്നഫിലും അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം അദ്ദേഹത്തിന്റെ അത്തുഹൂർ എന്ന കിതാബിലും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. താബിഈ പണ്ഡിതനായ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ അത് വെറുത്തതായി ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ടെങ്കിലും അത് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടുവെങ്കിലും അഥവാ സ്ഥിരപ്പെട്ടാൽ തന്നെ സഹാബികൾ അതിനെതിരായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹാബത്തിന്റെ വാക്കാണ് ആ വിഷയത്തിൽ മുൻഗണന നൽകേണ്ടത്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമുക്ക് ചൂടാക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി ഉപയോഗിക്കാം, നമുക്കൊരിക്കലും ഫضല് നഷ്ടപ്പെടില്ല. ഇനി അഥവാ നമുക്ക് ചൂടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ വെള്ളം ഉപയോഗിച്ച് നാം വുളൂ ചെയ്യുക, അതിൽ നമുക്ക് പ്രതിഫലമുണ്ട്. അപ്രകാരം തന്നെ മഴക്കാലത്ത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചില സഹോദരങ്ങളൊക്കെ ചോദിക്കാറുള്ള കാര്യമാണ് വുളൂ ചെയ്തതിന് ശേഷം തുടച്ചു കളയാമോ എന്നുള്ളത്. നമുക്ക് ടവലോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് വുളൂഇന്റെ വെള്ളം തുടച്ച് കളയാമോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുളൂഇന് ശേഷം തുടക്കാൻ ഒരു ടവൽ ഉണ്ടായിരുന്നു. ഹദീസിൽ കാണാം, കാന ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിർഖത്തുൻ യതനശഫു ബിഹാ ബഅദൽ വുളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുളൂഇന് ശേഷം തുടക്കാൻ ടവൽ ഉണ്ടായിരുന്നു എന്ന് ആസാർ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. തൈമി റഹിമഹുല്ല അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫീ ഹാദാ ദലീലുൻ അലാ അന്നഹു കാന യതനശഫ്. ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ തുടക്കാറുണ്ട് എന്നുള്ളതാണ്. വലൗലാ ദാലിക് ലം തഅതിഹി ബിൽ മിൻദീൽ. അങ്ങനെ ഒരു പതിവില്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഭാര്യമാർ വുളൂഇന് ശേഷം അല്ലെങ്കിൽ കുളിക്ക് ശേഷം ടവൽ നൽകില്ലായിരുന്നു എന്ന് തൈമി റഹിമഹുല്ല ഈ ഹദീസും മറ്റു ചില ഹദീസുകളും വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന് ശേഷം മൈമൂന റളിയല്ലാഹു അൻഹ ടവൽ നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മടക്കി. അതിനെ വിശദീകരിക്കുമ്പോഴാണ് ഇമാം തൈമി എന്ന് പറയുന്നത്, പ്രവാചകൻ പൊതുവിൽ ടവൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മൈമൂന റളിയല്ലാഹു അൻഹ നൽകിയത്. ആ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി. മനസ്സിലായോ? അപ്പോൾ ടവൽ ഉപയോഗിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ചില ആളുകളുടെ ധാരണ വുളൂഇന്റെ വെള്ളം അങ്ങനെ തന്നെ വെക്കുന്നതാണ്, അതാണ് നാം കൽപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതല്ല, നമുക്ക് തുടക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അപ്രകാരം തന്നെ മഴക്കാലത്ത് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നാം റോഡുകളിലൂടെയും മറ്റും നടന്നു വരുമ്പോൾ റോഡിലൊക്കെ ചെളിയുണ്ടാകും. മഴ പെയ്ത് റോഡിലൊക്കെ ചെളിയായിട്ടുണ്ടാകും. ഈ ചെളിയുടെ ഹുക്കും എന്താണ്? കാരണം ചില സഹോദരങ്ങൾ ചോദിക്കും, ആ റോഡ് സൈഡിലൂടെ നായ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വൃത്തിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അടിസ്ഥാനം പ്രിയപ്പെട്ടവരെ, ഏതൊരു വെള്ളത്തിന്റെ അടിസ്ഥാനവും എന്താണ്? അത് ശുദ്ധിയുള്ളതാണ്. ഏത് വെള്ളമായിക്കൊള്ളട്ടെ. വീട്ടിലെ ബാത്റൂമിൽ നിലത്തുള്ള വെള്ളം പോലും അടിസ്ഥാനം എന്താണ്? ശുദ്ധിയുള്ളതാണ്. ആ വെള്ളം നമ്മുടെ വസ്ത്രത്തിലോ മേത്തോ ആവുകയാണെങ്കിൽ അടിസ്ഥാനം അത് ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് നജസുണ്ട് എന്ന് ഉറപ്പായാലല്ലാതെ അത് നജസാവുകയില്ല. നജസുണ്ട് എന്ന് ഉറപ്പായാലല്ലാതെ അത് നജസാവുകയില്ല. ഇപ്പൊ നായ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നജസുകൾ അതിൽ വന്നിട്ടുണ്ടാകും എന്ന ഊഹങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ റോഡിലൂടെ നാം നടക്കുമ്പോൾ അവിടെ ചെളിവെള്ളമുണ്ട്, നമ്മുടെ ശരീരത്തേക്ക് അത് തെറിച്ചുവെങ്കിൽ അത് ചെളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകിക്കളയാമെന്നല്ലാതെ അത് നജസാണ് എന്ന് നമുക്കൊരു സംശയം വരേണ്ടതില്ല. മാത്രമല്ല, താബിഈങ്ങളിൽ ധാരാളം പേരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം, അവർ നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വഴികളിൽ ചെളിവെള്ളം, ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ, ഇപ്പൊ ചെളിവെള്ളവും മറ്റും അവരുടെ വസ്ത്രത്തിലാകാറുണ്ടായിരുന്നു, ശരീരത്തിലാകാറുണ്ടായിരുന്നു എന്ന് സഈദ് ബിൻ മൻസൂർ റഹിമഹുല്ലയുടെ സുനനിൽ ചില ആസാറുകളിൽ അത്തരത്തിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ ചെളിവെള്ളവും മറ്റും നമ്മുടെ മേത്താവുകയാണെങ്കിൽ, നമ്മുടെ വസ്ത്രത്തിലോ മറ്റോ ആവുകയാണെങ്കിൽ അതൊരിക്കലും നജസല്ല, അത് കേവലം കഴുകിക്കളഞ്ഞാൽ മതി. പഴയ കാലഘട്ടത്തിൽ അവർ അങ്ങനെ തന്നെയാണ് മസ്ജിദിൽ കയറിക്കൊണ്ടിരുന്നത്. താബിഈങ്ങൾ അങ്ങനെ തന്നെയാണ് മസ്ജിദിൽ കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് മസാജിദുകൾ അൽഹംദുലില്ലാ കാർപ്പറ്റുകളും മറ്റു സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ കയറിയാൽ വൃത്തികേടാകും. അതുകൊണ്ട് കഴുകിക്കളയാം. അതല്ലാതെ
നജസിന്റെ ഒരു മസ്അല അവിടെ വരുന്നില്ല. അപ്രകാരം മഴക്കാലത്ത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഷിആറാണ് ഖുഫ് ധരിക്കുക എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഷിആറുകളിൽപ്പെട്ടതാണ് ഖുഫ് ധരിക്കുക എന്ന് പറയുന്നത്. ഖുഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ പഴയ കാലഘട്ടത്തിൽ തോലുകൊണ്ടും മറ്റുമാണ് നിർമ്മിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ധരിക്കുന്ന സോക്സുകൾ ഖുഫിന്റെ അഹ്കാമുകളല്ല, അല്ലെങ്കിൽ നേർക്കുനേർ അത് ഖുഫല്ല, മറിച്ച് അത് ജൗറബാണ്. അത് ജൗറബാണ്. സോക്സുകൾക്ക് ജൗറബ് എന്നാണ് പറയുക. ഖുഫ് തടവുക എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് അഖീദയുടെ കിതാബുകളിൽ ഉലമാക്കൾ എന്ന് പറയും അഹ്ലുസുന്ന ഖുഫിൽ തടവും. എന്തുകൊണ്ടാണ് അഖീദയുടെ കിതാബുകളിൽ പറയുന്നത്? എന്തുകൊണ്ടാണ്? തടവാൻ പാടില്ല എന്ന അഭിപ്രായം ആർക്കുള്ളത്? ഷിയാക്കൾക്കാണ്. അപ്പൊ ആ വിഷയത്തിൽ അഹ്ലുസുന്നയും ബിദ്അത്തിന്റെ ആളുകളും തമ്മിൽ തർക്കമുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ അഖീദയുടെ കിതാബിൽ പറയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫിഖ്ഹിയായ മസലല്ലേ ഖുഫ്. ഒരാൾ പറയാണ് ഖുഫ് തടവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവനെ ബിദ്അഇയായി പ്രഖ്യാപിക്കും, അവൻ മുബ്തദിഅാണ്. സുഫിയാൻ അസ്സൗരിയെ പോലുള്ള പണ്ഡിതന്മാർ അത്തരക്കാരെ തബ്ദീഅ് നടത്താറുള്ളതായി ചില ആസാറുകളിൽ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് ഖുഫ് തടവുക അല്ലെങ്കിൽ ഖുഫ് ധരിക്കുക എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടയാളമാണ്. അതിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോലുകൊണ്ടുള്ളത് പൊതുവിൽ നമ്മൾ ധരിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സോക്സ് ധരിക്കുക. സോക്സ് ധരിക്കുക. അതിനൊരു ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഏത് സമയത്താണെങ്കിലും, മഴക്കാലത്താവട്ടെ അല്ലാത്ത സമയത്താവട്ടെ, ഖുഫ് ധരിക്കാൻ നമുക്കൊരു ആവശ്യം വേണമെന്നില്ല. നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഖുഫ് ധരിക്കാം. ഹാഫിദ് അൻ-നവവി ആ വിഷയത്തിൽ ഇജ്മാഉ ധരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് തോന്നാണ് ഇന്ന് സോക്സ് ഇട്ടിട്ട് വീട്ടിലിരിക്കാം. നമുക്കിരിക്കാം. വുളൂ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി? തടവിയാൽ മതിയാകുന്നതാണ്. തയ്യിബ്. ഇപ്പോൾ ഖുഫിന്റെ മസ്അല നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ധരിക്കുന്ന ജൗറബ്, സോക്സ് ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട് എങ്കിലും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജമാലുദ്ദീൻ അൽ ഖാസിമി റഹിമഹുല്ലാ ആ ഹദീസുകളൊക്കെ ക്രോഡീകരിക്കുകയും അല്ലാമ അഹ്മദ് ഷാക്കിർ റഹിമഹുല്ലാ ആ ഹദീസുകളിൽ പഠനം നടത്തുകയും ചെയ്തതായി നമുക്ക് കാണാം. പക്ഷേ ആ ഹദീസുകൾ പല ഉലമാക്കളും പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക, ഖുഫിന്റെ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? എന്നാൽ സോക്സിന്റെ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ സഹാബികളിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇസ്ഹാഖ് ബിൻ റാഹോയ റഹിമഹുല്ലാ പറയുന്നു, مضت السنة من أصحاب النبي صلى الله عليه وسلم ومن بعدهم من التابعين في المسح على الجوربين لا اختلاف بينهم في ذلك. സഹാബത്തിന്റെ സുന്നത്താണ് ജൗറബ് അഥവാ സോക്സ് തടവുക എന്നുള്ളത്. സഹാബത്തിന്റെ സുന്നത്താണ് സോക്സ് തടവുക എന്നുള്ളത്. അവർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാ 9ഓളം സഹാബികളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ അൽ ഔസത്തിൽ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചതായി കാണാം. ഇബ്നുൽ ഖയ്യിം അതിന് മുകളിൽ അദ്ദേഹത്തിന്റെ തഹ്ദീബുസ് സുനനിൽ 4ഓളം സഹാബികളെ കൂട്ടി പറയുകയും ചെയ്തു. അപ്പോൾ 13ഓളം സഹാബികളിൽ നിന്ന് ഖുഫിന്റെ വിഷയത്തിൽ ഹദീസുകൾ ആസാറുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ജൗറബിന്റെ വിഷയത്തിൽ ആസാറുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം തണുപ്പ് കാലമായാൽ സോക്സ് ധരിക്കാൻ ശ്രമിക്കാം. സോക്സ് ധരിക്കാൻ ശ്രമിക്കുകയും അത് തടവുകയും ചെയ്യുക. മനസ്സിലായോ? ഇപ്പൊ മഴക്കാലത്ത് പലപ്പോഴും തണുപ്പുണ്ടാകും. പ്രത്യേകിച്ച് ഫജറിനൊക്കെ പോകുമ്പോൾ സോക്സ് ധരിക്കുക. അത് അഹ്ലുസുന്നയുടെ ഖുഫാണെങ്കിലും അഹ്ലുസുന്നയുടെ അടയാളമായി എണ്ണപ്പെട്ടത് ഖുഫാണെങ്കിലും പല പണ്ഡിതന്മാരും ജൗറബ് ധരിക്കാനും പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ധരിക്കാൻ പറ്റുന്നവർ അത് ധരിക്കലാണ് അല്ലാഹു അലം ഏറ്റവും നല്ലത്. പിന്നെ ചില സഹോദരങ്ങൾ ചോദിക്കാറുള്ളൊരു സംശയമാണ്, നമ്മളിങ്ങനെ സോക്സ് ധരിച്ചാൽ സോക്സിന് കീറുണ്ടാകും, എവിടെയെങ്കിലും സോക്സിന്റെ ചില ഭാഗങ്ങളിൽ നൂല് വിട്ടിട്ടുണ്ടാകും, അകത്തെ തൊലി കാണും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് തടവാമോ എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മസായിലുൽ മാർജീനിയയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉദ്ധരിക്കുകയും ശേഷം പറഞ്ഞു, ഭൂരിപക്ഷം ഉലമാക്കൾ അങ്ങനെ കീറിയ സോക്സ് തടവാം എന്ന് പറയുകയും ചെയ്തവരാണ്. ഭൂരിപക്ഷം ഉലമാക്കൾ കീറിയ സോക്സ് തടവാം എന്ന് പറഞ്ഞവരാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരികയാണ്, ഇൻസഹ് അലൈഹിമ മാ തഅല്ലഖത് ബിഹി റിജ്ലുക്, നിനക്കതിൽ കാലിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിനക്കത് തടവാം. നമുക്ക് അത് കീറിയിട്ടുണ്ട്, പക്ഷെ അത് ധരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് തടവാം. ശേഷം അദ്ദേഹം പറയുന്നു, വഹൽ കാനത് ഖിഫാഫുൽ മുഹാജിരീന വൽ അൻസാർ ഇല്ലാ മുഖറഖതൻ മുശഖഖ, അൻസാരികളും മുഹാജിരീങ്ങളുമായ സഹാബികളുടെ ഖുഫുകൾ കീറിയതായിരുന്നു. കാരണം അവർ പാവങ്ങളാണ്,
അവർ സാമ്പത്തികമായി എല്ലാവരും വലിയ കഴിവുള്ളവരല്ല, അതുകൊണ്ട് അവരുടെ ഖുഫുകൾ കീറിയതായിരുന്നു എന്ന് സുഫ്യാൻ അസ്സൗരി റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഖുഫ് കീറിയതാണെങ്കിലും നമുക്ക് അതിൽ തടവാവുന്നതാണ്. ഖുഫ് കീറിയതാണെങ്കിലും തടവാവുന്നതാണ്. അപ്രകാരം തന്നെ ഖുഫ് ധരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു മസ്അലയാണ്, പലർക്കും അറിയാവുന്നത് തന്നെ, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം ഖുഫ് തടവാം? 3 ദിവസവും 3 പകലും രാത്രിയും. എന്നാൽ യാത്രക്കാരനല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഖുഫ് തടവാം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ശുറൈഹ് ഇബ്ൻ ഹാനി റഹിമഹുല്ല ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്രകാരം മറുപടി നൽകിയതായി കാണാം. ഇമാം കത്താനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നൾമുൽ മുതനാസിർ എന്ന കിതാബിൽ പറയുന്നു, 20ലധികം സഹാബികളിൽ നിന്ന് ഖുഫിന്റെ കാലാവധി യാത്രക്കാരന് 3 ദിവസവും അതല്ലാത്തവർക്ക് 1 ദിവസവുമാണ് എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം മഴക്കാലത്ത് നാം മനസ്സിലാക്കേണ്ട ശറഇന്റെ അഹ്കാമുകളിൽ പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഴയുണ്ടായാൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മഴയുണ്ടായാൽ അവർ ബാങ്കിൽ അലാ സല്ലു ഫിർ റിഹാൽ എന്ന് പറയാറുണ്ടായിരുന്നു. അലാ സല്ലു ഫിർ റിഹാൽ എന്നവർ ബാങ്കിൽ പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ സല്ലു ഫി റിഹാലിക്കും എന്ന് ബാങ്കിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ സല്ലു ഫി ബുയൂത്തിക്കും എന്ന് പറയാറുണ്ട്. ഈ 3 കാര്യങ്ങളും ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? സല്ലു ഫി ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിച്ചു കൊള്ളുക. അലാ സല്ലു ഫിർ റിഹാൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കുക എന്നിങ്ങനെ ബാങ്കുകളിൽ പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ഉണ്ടായിരുന്നു. എപ്പോഴാണത് പറയേണ്ടത്? ഇതിന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിലും മസ്ലഹത്തും മറ്റും പരിഗണിച്ച് നടപ്പാക്കപ്പെടുന്നില്ലെങ്കിലും ഒരു മസ്അല എന്ന നിലയിൽ നാം പഠിച്ചു വെക്കുക. സാധിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് നടപ്പിലാക്കേണ്ടതുമാണ്. സാധിക്കുമെങ്കിൽ ഫിത്നകളും മറ്റും മഫ്സദത്തും ഇല്ലാത്ത സമയത്താണെങ്കിൽ അത് നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. എപ്പോഴാണ് അത് പറയേണ്ടത്? 3 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിലുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ ആദ്യം ആ വിഷയത്തിൽ വന്ന ചില ഹദീസുകൾ വായിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ശക്തമായി മഴയുള്ള സമയം അദ്ദേഹത്തിന്റെ മുഅദ്ദിനോട് പറഞ്ഞു, ഇദാ ഖുൽത അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നീ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലാ തഖുൽ ഹയ്യ അലസ് സ്വലാഹ്, അത് കഴിഞ്ഞ ഉടൻ ഹയ്യ അലസ് സ്വലാഹ് എന്ന് പറയാതെ സല്ലു ഫീ ബുയൂത്തിക്കും എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലു ഫീ ബുയൂത്തിക്കും എന്നിങ്ങനെ പറയുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഅദ്ദിനോട് പറഞ്ഞു. ഫകഅന്ന الناس استنكروا, ഇത് കേട്ടപ്പോൾ ചില ആളുകൾ എതിർത്തു. ഫഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ എതിർത്ത വ്യക്തിയോട് പറഞ്ഞു, ഫഅലഹു മൻ ഹുവ ഖൈറും മിന്നി, എന്നേക്കാളും ശ്രേഷ്ഠനായ വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ശേഷം സല്ലു ഫീ ബുയൂത്തിക്കും എന്ന് പറയുക. രണ്ടാമത്തേത് നാഫിഅ റഹിമഹുള്ള പറയാണ്, അദ്ദന ഇബ്നു ഉമർ ഫീ ലൈലത്തിൻ ബാരിദത്തിൻ ബിളജ്നാൻ, ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ലജ്നാനിൽ വെച്ച് ബാങ്ക് കൊടുത്തു. തിഹാമ പർവ്വത നിരകൾക്ക് അടുത്ത സ്ഥലമാണ് ഈ ലജ്നാൻ. ശേഷം അദ്ദേഹം പറഞ്ഞു, ബാങ്കിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബാങ്കിന്റെ കൂടെ പറഞ്ഞു, സല്ലു ഫീ റിഹാലിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കുക. ഫഅഖ്ബറന, ശേഷം ഇബ്നു ഉമർ ആ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു മുഅദ്ദിനൻ യുഅദ്ദിൻ ثم يقول على إثره ألا صلوا في الرحال في الليلة الباردة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ മഴയുള്ള ദിവസങ്ങളിൽ ബാങ്കിന് ശേഷം അലാ സല്ലു ഫിർ റിഹാൽ എന്ന് പറയാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. രണ്ടെണ്ണം മനസ്സിലായില്ലേ? ഒന്നാമത്തേത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ശേഷം, രണ്ടാമത്തേത് ബാങ്കിന് ശേഷം. മൂന്നാമത്തേത് അംർ ബിൻ ഔസ് റഹിമഹുല്ലാ പറയുന്നു, അൻബഅനാ റജുലുൻ മിൻ സഖീഫ്, സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി എനിക്ക് വിവരം നൽകി, അഥവാ സ്വഹാബികളിൽപ്പെട്ടവർ.
أنه سمع منادي النبي صلى الله عليه وسلم يعني في ليلة مطيرة في السفر يقول حي على الصلاة حي على الفلاح صلوا في رحالكم. حي على الفلاح حي على الصلاة حي على الفلاح എന്നതിന് ശേഷം صلوا في رحالكم എന്ന് പറയുന്നതായി കേട്ടു എന്ന് അംർ ഇബ്നു ഔസ് റഹിമഹുല്ല പറയുന്നതായും വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്ന് സാഹചര്യങ്ങൾ: ഒന്നുകിൽ ബാങ്കിന് ശേഷം, അതല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന് ശേഷം, അതല്ലെങ്കിൽ ഹയ്യ അലൽ സലാ ഹയ്യ അലൽ ഫലാഹ് എന്നതിന് ശേഷം. ഈ മൂന്ന് സാഹചര്യങ്ങളിലും ഇത് വിളിക്കുന്നത് വന്നിട്ടുണ്ട്. ഇതിലേതാണ് ഏറ്റവും നല്ലത്? ഇമാം ബാജി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ മുൻതഖയിൽ, മുവത്തയുടെ ഷർഹായ അൽ മുൻതഖയിൽ പറയുന്നു, അൽ ഔല ബഅദ കമാലിൽ അദാൻ, ഏറ്റവും നല്ലത് ബാങ്ക് വിളി പൂർത്തിയാക്കിയതിനു ശേഷം ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ്. ബാങ്ക് വിളി പൂർത്തിയാക്കിയതിനു ശേഷം ഇങ്ങനെ വിളിച്ചു പറയലാണ് ഏറ്റവും നല്ലത് എന്ന് ഇമാം ബാജി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ മുൻതഖയിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സല്ലു ഫീ റിഹാലിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. മഴ പെയ്താൽ വീട്ടിൽ നിന്ന് നിസ്കാരം അനുവദനീയമാണ്. മസ്ജിദിൽ ജമാഅത്ത് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. ഇമാം അൽ ഇറാഖി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തർഹു തസ്രീബിൽ ഈ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഫീഹി റുഖ്സതു ഫി തഖല്ലുഫി അൻ മസ്ജിദിൽ ജമാഅത്തി ലിഉദ്രിൻ. ഈ ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത് ഇത്തരത്തിലുള്ള കാരണമുണ്ടെങ്കിൽ മസ്ജിദിൽ ജമാഅത്ത് ഒഴിവാക്കൽ അനുവദനീയമാണ്. ഇബ്നു മുഫ്ലിഹ് ഇബ്നു ബത്താൽ റഹിമഹുല്ല പറയുന്നു, അജ്മഅൽ ഉലമാ, ഉലമാക്കൾക്കിടയിൽ ഏക അഭിപ്രായമാണ് أن التخلف عن الجماعة في شدة المطر والريح وما أشبه ذلك مباح. കഠിനമായ മഴയോ കഠിനമായ കാറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയം മസ്ജിദിൽ ജമാഅത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ശർഅ് അനുവദിച്ചതാണ്, ഇസ്ലാം അനുവദിച്ചതാണ്. ഒരു വ്യക്തി മസ്ജിദിലേക്ക് വരാണെങ്കിൽ അൽഹംദുലില്ലാഹ് അനുവദനീയമാണ്. പക്ഷേ അദ്ദേഹത്തിന് വീട്ടിൽ നിസ്കരിക്കാനും ഇളവുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ല ഈ ഹദീസുകൾക്ക് നൽകിയിരിക്കുന്ന അധ്യായത്തിന്റെ തലക്കെട്ട് നോക്കിയാൽ ഇമാം ബുഖാരി ആ ഒരു അഭിപ്രായം നൽകിയതായി കാണാം. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം. ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് മസ്ജിദിൽ ജമാഅത്ത് ഉപേക്ഷിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട്. അപ്രകാരം മഴക്കാലത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു ഹുക്കുമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ പറയുന്ന ചില വിഷയങ്ങൾ എത്രത്തോളം ഇന്ന് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ മസലകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓരോ സമയം അല്ലെങ്കിൽ ഓരോരോ മൗസിമിൽ ഓരോരോ സമയത്ത് അതത് സമയവുമായി ബന്ധപ്പെട്ട മസായിലുകൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നത് അഹ്ലുസുന്ന പണ്ട് മുതലേ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണ്. മഴക്കാലത്ത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ഹുക്കുമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തൊക്കെ ഉണ്ടായിരുന്നത് നിസ്കാരം ജമഅ് ചെയ്യുക എന്നുള്ളത്. മഴ കാരണത്താൽ നിസ്കാരം ജമഅ് ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, صلى رسول الله صلى الله عليه وسلم الظهر والعصر جميعا والمغرب والعشاء جميعا في غير خوف ولا سفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറും അസ്റും മഗ്രിബും ഇശാഉം ഭയമില്ലാതെ യാത്രയില്ലാതെ, അങ്ങനെ മുസ്ലിമിന്റെ റിവായത്തിൽ, വേറെ ചില റിവായത്തിൽ മഴയുമില്ലാതെ ജമഅ് ചെയ്തിട്ടുണ്ട്. ഭയമെന്ന ഉദ്ദേശം എന്താ ഉദ്ദേശം? യുദ്ധമില്ലാതെ യാത്രയില്ലാതെ മഴയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, ഈ കാരണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കാരണങ്ങളെക്കാളും ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. ശേഷം ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ കാരണങ്ങൾക്ക് വേണ്ടി ജമഅ് ചെയ്യുക എന്നുള്ളത് മിൻബാബി ഔല അനുവദനീയമാണ്, എന്തായാലും അനുവദനീയമാണ്. മനസ്സിലായോ? ഇബ്നു അബ്ബാസ് പറയാണ്, യുദ്ധ സാഹചര്യത്തിലല്ലാതെയും മഴയുടെ സാഹചര്യത്തിലല്ലാതെയും യാത്രയുടെ വേളയിലല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറും അസ്റും മഗ്രിബും ഇശാഉം ജമഅ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇബ്നു തൈമിയ്യ പറയാണ്, ഈ മൂന്ന് സാഹചര്യങ്ങളെക്കാളും ചെറിയ സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമഅ് ചെയ്തുവെങ്കിൽ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഈ സാഹചര്യങ്ങളിൽ, ഈ പറയപ്പെട്ട മൂന്ന് സാഹചര്യത്തിൽ ജമഅ് ചെയ്യുക എന്നുള്ളത് എന്തായാലും ഇസ്ലാം അനുവദിച്ചതാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ നിസ്കാരം മഴ കാരണത്താൽ ജമഅ് ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. ളുഹർ, അസ്ർ, അതുപോലെ മഗ്രിബ്, ഇശ. അതാണ് 7 ഫുഖഹാക്കളുടെയും അഭിപ്രായം.
7 ഫുഖഹാക്കൾ ആ ഒരു ഇസ്തിലാഹ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ പൊതുവെ അശറത്തുൽ മുബശ്ശറൂൻ എന്ന് പറയുന്നുണ്ട്. സഹാബികളിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട 10 പേർ, സഹാബികളിൽ 4 അബ്ദുള്ളമാർ. അപ്രകാരമുള്ള ഒരു പ്രയോഗമാണ് 7 ഫുഖഹാക്കൾ. മദീനയിൽ ഇമാം മാലിക്കിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച 7 ഫുഖഹ, മദീനയിലെ മഹാപണ്ഡിതന്മാർക്കാണ് അൽ ഫുഖഹ ഉസ്സബ്അ എന്ന് പറയുന്നത്. അവരൊരു അഭിപ്രായം ഒന്നിച്ചു പറഞ്ഞാൽ, എല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇമാം മാലിക് അത് ഇജ്മാഅയി പരിഗണിക്കാറുണ്ടായിരുന്നു. ആ 7 ഫുഖഹാക്കളുടെയും അഭിപ്രായം എന്താണ്? മഴ കാരണത്താൽ ജംഅ് ചെയ്യാം എന്നുള്ളതാണ്. ഇമാം ഖത്താബി റഹിമഹുല്ല പറഞ്ഞു, അജാസഹു ജമാഅത്തുൻ മിനസ് സലഫ്, മുൻഗാമികളിൽ നല്ലൊരു വിഭാഗവും അത് അനുവദിച്ചിട്ടുണ്ട്. റുവിയ ദാലിക അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വഫഅലഹു ഉർവ ഇബ്നു സുബൈർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വഇബ്നുൽ മുസയ്യിബ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇങ്ങനെ താബിഈങ്ങളിൽ പലരും അത് ചെയ്തതായി അദ്ദേഹം പറയുന്നു. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിലും അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിലും ഉദ്ധരിച്ചതായി കാണാം, أن ابن عمر رضي الله عنه كان إذا جمع الأمراء بين المغرب والعشاء جمع معهم في المطر. ابن عمر رضي الله عنه മഴ പെയ്താൽ അമീർ നിർദ്ദേശിച്ചാൽ നിസ്കാരം ജമാഅക്കാറുണ്ടായിരുന്നു. അമീർ നിർദ്ദേശിച്ചാൽ, കാരണം നിങ്ങൾക്കറിയാം ഇസ്ലാമിക ഭരണകൂടങ്ങളിലാണെങ്കിൽ ഇത്തരത്തിലുള്ള മസായിലുകളിൽ തീരുമാനമെടുക്കേണ്ടത് ഉമറാക്കളാണ്, ഭരണാധികാരികളാണ്. അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജമാഅക്കാറുണ്ടായിരുന്നു എന്ന് ആചാറുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ നിസ്കാരം മഴ സമയത്ത് എന്ത് ചെയ്യാം? മസാജിദുകളിൽ അത് ശ്രദ്ധിക്കണം, മസാജിദുകളിൽ വെച്ച് ജമാഅക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മസലയിൽ, ഞാൻ വിശദീകരിക്കുന്നില്ല. അഥവാ ഏതൊക്കെ നിസ്കാരമാണ് ജമാഅ പറ്റുക? അല്ലാഹു അലം, ഏറ്റവും ശരിയായ അഭിപ്രായം എല്ലാ നിസ്കാരവും പറ്റും. ളുഹറും അസ്റും ജമാഅ ചെയ്യാം, മഗ്രിബും ഇശാഉം ജമാഅ ചെയ്യാം. അതാണ് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം. ഇമാം അഹ്മദും മാലിക്കും പറയുന്നത് മഗ്രിബും ഇശാഉം മാത്രമേ ജമാഅ ചെയ്യാവൂ. അബൂ ഹനീഫയുടെ മദ്ഹബിൽ ജമാഅ തീരെ പാടില്ല. ഏറ്റവും ശരിയായ അഭിപ്രായം അല്ലാഹു അലം, നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൊക്കെ വന്നതുപോലെ ളുഹറും അസ്റും മഗ്രിബും ഇശാഉം എല്ലാ നിസ്കാരവും ജമാഅ ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മസായിലുൽ ഫിഖ്ഹിയ്യയിൽ പറയുന്നു, قال الشافعي بجواز الجمع بين الظهر والعصر والمغرب والعشاء بعذر المطر في الجماعة لحديث ابن عباس. ابن عباس رضي الله عنه എന്ന ഹദീസിൽ വന്നതുപോലെ ഇമാം ഷാഫിഈയുടെ അഭിപ്രായം ളുഹറും അസ്റും മഗ്രിബും ഇശാഉം ജമഅ ചെയ്യാൻ അനുവാദമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കണം, ഇത് കേട്ടിട്ട് നാളെ ആരും ചെയ്യരുത്, വീട്ടിൽ പോയിട്ട് ളുഹറും അസ്റും ജമഅ ചെയ്യരുത്, മഗ്രിബും ഇശാഉം വീട്ടിൽ നിന്ന് ജമഅ ചെയ്യരുത്. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന് അൽ ഉമ്മിൽ പറയുന്നു, വലാ യജ്മഉ അഹദുൻ ഫീ ബൈതി, ഒരാളും വീട്ടിൽ നിന്ന് ജമഅ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വലാ യജ്മഅ അഹദുൻ ഫീ ബൈതി لأن النبي عليه الصلاة والسلام جمع في المسجد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ ചെയ്തത് എവിടെ വെച്ചാണ്? മസ്ജിദിൽ വെച്ചാണ്. അതുകൊണ്ട് വീട്ടിലല്ല ജമഅ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ മഗ്രിബിന് വന്നു, ശക്തമായ മഴയാണ്, എല്ലാവർക്കും തിരിച്ചു പോയാൽ തിരിച്ച് ഇശാക്ക് വരാൻ പ്രയാസമാണെങ്കിൽ ആ മസ്ജിദുമായി ബന്ധപ്പെട്ട മസ്ഊലിന് ഖൈറായി തോന്നാണ് ഇന്ന് നിസ്കാരം ജമാഅക്ക് നിസ്കരിക്കാം എന്ന് തോന്നി അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൽ ഇപ്പോൾ വലിയുൽ അംർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇപ്പൊ നിങ്ങൾ മദീനയിലാണ്, മദീനയിൽ നിങ്ങൾ താമസിക്കുമ്പോൾ അവിടുന്ന് വലിയുൽ അംർ പ്രഖ്യാപിക്കുകയാണ്. ഒരു മസല മനസ്സിലാക്കാൻ, വലിയുൽ അംർ പ്രഖ്യാപിക്കുകയാണ്, ഇന്നെല്ലാവരും മഗ്രിബിന്റെ കൂടെ ഇശാ ജമാഅക്ക് നിസ്കരിക്കുക. മനസ്സിലായോ? മഴ കാരണത്താൽ ഒരാൾ പറയാണ്, എനിക്ക് അതിനോടൊരു താല്പര്യമില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് ഇശാന്റെ സമയത്ത് നിസ്കരിച്ചോളും എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നു അവൻ ബിദ്അത്തുകാരനാണ്, അല്ലെങ്കിൽ ആ ചെയ്ത പ്രവർത്തനം ബിദ്അത്താണ്. ബിദ്അത്തുകാരനാണല്ല, ആ ചെയ്ത പ്രവർത്തനം സുന്നത്തിനെതിരായ ബിദ്അത്തായ പ്രവർത്തനമാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നു. അപ്പോൾ ഈ ഒരു മസ്അല നിങ്ങൾ തിരിച്ചറിയുക. എവിടെയെങ്കിലും നിങ്ങൾ പോയാൽ അത്തരത്തിൽ നിസ്കാരം ജമാഅയി നടക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ചേരുക, ജമാഅക്കുക എന്നുള്ളത് മഴയിൽ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ജമാഅക്കി നാം നിസ്കരിക്കുകയാണെങ്കിൽ, ജമാഅക്കി മഗ്രിബും ഇശാഉം ഒന്നിച്ച് നാം നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടത്? ഒരു ബാങ്കും 2 ഇഖാമത്ത്, ഒരു ബാങ്കും 2 ഇഖാമത്ത്. അതെപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ സാധാരണ ജമാഅക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയിൽ ഇവിടുന്ന് ആരെങ്കിലും നാളെ എറണാകുളത്തേക്ക് പോകുന്നു, അതിനിടയിൽ അവൻ നിസ്കാരം ജമാഅക്കുകയാണെങ്കിൽ ളുഹറും അസ്റും അല്ലെങ്കിൽ മഗ്രിബും ഇശാഉം ജമഅ ചെയ്യുമ്പോൾ ഒരു ബാങ്കും 2 ഇഖാമത്തുമാണ് കൊടുക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാങ്കും 2 ഇഖാമത്തും കൊടുത്തുകൊണ്ടാണ് ജമാഅക്ക് നിസ്കരിച്ചത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ചില സഹാബികൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ചില സഹാബികളിൽ നിന്ന് 2 ബാങ്കും 2 ഇഖാമത്തും കൊടുക്കണമെന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ വന്നത് വ്യക്തമാണ്, അതുകൊണ്ട് അതാണ് നാം സ്വീകരിക്കേണ്ടത്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. പിന്നെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം. മഴയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട, നമുക്കെല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു സുന്നത്താണ് മഴ കൊള്ളുക എന്നുള്ളത്. ആദ്യ മഴ കൊള്ളുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അസാബന വനഹ്നു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതർ, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ആയിരിക്കുമ്പോൾ മഴ പെയ്തു. ഫഹസറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രം അല്പം നീക്കി. ഹത്താ അസാബഹു മിനൽ മതർ, മഴ കൊള്ളുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം നീക്കി. ഫഖുൽന, അങ്ങനെ സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു, നിങ്ങൾ മഴ കൊള്ളാറുണ്ടാവുമല്ലോ, ഈ ഹദീസ് കേട്ടിട്ടുണ്ടാകും, എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് പ്രവാചകൻ മഴ കൊണ്ടത്? അത് സഹാബികൾ ചോദിച്ചു. യാ റസൂലല്ലാഹ് ലിമ സനഅത ഹാദാ, പ്രവാചകൻ എന്തിനാണ് താങ്കൾ ഈ മഴ കൊണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലിഅന്നഹു ഹദീസു അഹ്ദിൻ ബിറബ്ബിഹി തആല, അത് അല്ലാഹുവിൽ നിന്ന് സമീപമായി ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്താണ് അല്ലാഹു അതിനെ സൃഷ്ടിച്ച് പടച്ചയച്ചിരിക്കുന്നത്. സമീപ ഭാവിയിൽ അല്ലെങ്കിൽ സമീപത്ത് അല്ലാഹു അതിനെ സൃഷ്ടിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇമാം ഖുർത്തുബി അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അഥവാ അല്ലാഹു അതിനെ ഇപ്പോൾ അടുത്താണ് സൃഷ്ടിച്ചത്. ഈ മഴ ഇപ്പോൾ പെയ്യുമ്പോൾ അല്ലാഹു ആ സമയത്താണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടിരുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യുക? ആദ്യ മഴ അത് കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. ചില പണ്ഡിതന്മാരുടെ സംസാരത്തിൽ, ചില ഉലമാക്കളുടെ സംസാരത്തിൽ അത് ഷിഫാക്ക് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. അത് അസുഖങ്ങൾക്ക് ഷിഫാക്ക് കാരണമാകും എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇത് നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. മഴ കൊള്ളുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന് മനസ്സിലാക്കിയാൽ അതൊരു തവണയെങ്കിലും എപ്പോഴും ചെയ്യണം. ഞാൻ പറയുന്നത് സുന്നത്തിന് ആ ഒരു തഅലീം നമുക്ക് നൽകണം. മഴ കൊള്ളാൻ പറ്റൂല, അങ്ങനത്തെ ഒരു നിസ്സാര ബുദ്ധിയിൽ ഈ വിഷയങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഞാൻ ഏത് ഹദീസ് എഴുതിയാലും ഒരു തവണയെങ്കിലും അതനുസരിച്ച് അമൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അത് പ്രവാചകൻ നിർദ്ദേശിച്ചതായിരിക്കാം, ചിലപ്പോൾ പ്രവാചകൻ കേവലം ചെയ്തതായിരിക്കാം, സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചതായിരിക്കില്ല. എന്നാൽ പോലും അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഇമാം അഹ്മദ് പറയാറുണ്ട്. എന്നിട്ട് ഇമാം അഹ്മദ് ഒരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വേളയിൽ ഗുഹക്കുള്ളിൽ ഒളിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. നമുക്കറിയാലോ സംഭവം, ഗുഹക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്നു. അപ്പൊ പ്രവാചകൻ അനുഭവിച്ച ആ ഒരു സംഭവം എനിക്കും അനുഭവിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഖുർആൻ സൃഷ്ടിവാദം ഉടലെടുത്തപ്പോൾ അത്തരത്തിൽ ഗുഹയിൽ എനിക്ക് ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. മറ്റൊരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏത് ഹദീസ് ഞാൻ എഴുതിയാലും അതനുസരിച്ച് ഞാൻ അമൽ ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്യുകയും അബൂ ത്വയ്ബ റളിയല്ലാഹു അൻഹുവിന് 1 ദീനാർ നൽകുകയും ചെയ്തു എന്ന ഹദീസ് ഞാൻ കേട്ടപ്പോൾ ഞാൻ പോയി ഹിജാമ ചെയ്യുകയും 1 ദീനാർ നൽകുകയും ചെയ്തു എന്ന് ഇമാമു അഹ്ലുസ് സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് മഴ കൊള്ളുക എന്ന സുന്നത്ത് നാം അറിഞ്ഞു കഴിഞ്ഞാൽ ആ സുന്നത്ത് ഹയാത്താക്കാൻ നാം ശ്രമിക്കുക. നാം പറഞ്ഞത് സഹോദരങ്ങളെ, ഏതൊരു സുന്നത്ത് നാം കേട്ടാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന ബോധ്യത്തിൽ നാം അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാലോ, ഒരു സ്ത്രീ വിശന്ന ദാഹിച്ച ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്ക് മാപ്പ് നൽകി. ഒരു സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ അല്ലാഹു അവരെ ശിക്ഷിച്ചു. ഇപ്രകാരം ഏതൊരു കാര്യത്തിലാണ് റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയ നാം നിസ്സാരമായി കാണുന്ന ഒരു അമലിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മകളിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ വലിയ ഇമാമായ ശേഷം അദ്ദേഹം മഷിക്കുപ്പിയുമായി നടക്കുന്നത് ചില ആളുകൾ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഇമാമ അഹ്ലുസ് സുന്ന, അല്ലെങ്കിൽ ചില റിവായത്തിൽ യാ അബാ അബ്ദുല്ലാ,
ഇപ്പോഴും ഈ മഷിക്കുപ്പിയുമായി താങ്കൾ നടക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹദീസ് ഒരു പക്ഷേ ഞാൻ ഇതുവരെ എഴുതിയിട്ടുണ്ടാവുകയില്ല. 40,000-ഓളം ഹദീസുകൾ ക്രോഡീകരിച്ച മഹാനായ പണ്ഡിതനാണ് ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ. പറഞ്ഞതിന്റെ ഉദ്ദേശം, ഒരു സുന്നത്ത് നാം കേട്ടാൽ അത് ഒരിക്കലും നിസ്സാരമായി നാം കാണാൻ പാടില്ല. അത് കേവലം ഒരു വാക്കാണെങ്കിലും ഒരു പ്രവർത്തനമാണെങ്കിലും. നിങ്ങൾക്കറിയാലോ, സുന്നത്തിനെതിരാവുക എന്ന് പറയുന്നത് കഠിനമായ കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോടൊരു ചോദ്യം വന്നു. ഒരിക്കൽ നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെരുപ്പ് മാത്രം ധരിച്ച് നടക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ഒരിക്കൽ ചോദ്യം വന്നു, ചിലപ്പോഴൊക്കെ നമ്മൾ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം, നമ്മൾ ചെരുപ്പ് ഊരി അവിടെ വെക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ആ ചെരുപ്പ് തട്ടിയിട്ട് ഒരു ചെരുപ്പ് കുറച്ച് ദൂരെ ആയിരിക്കും. ചില ആളുകൾ അല്ലെങ്കിൽ പലരും എന്താ ചെയ്യുക, ആ ഉള്ള ചെരുപ്പ് ധരിക്കും, എന്നിട്ട് മറ്റൊരു ചെരുപ്പിന്റെ അരികിലേക്ക് നടന്നു പോകും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഈ മസ്അല ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെ നടക്കാൻ പാടില്ല. അപ്പം പറഞ്ഞു, ഷെയ്ഖ് ഒരു പടി മാത്രമാണ്, ഒരു ചവിട്ടടി മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ചവിട്ടടി കൊണ്ടുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നീ എതിരാവാൻ പാടില്ല. ഒരു ചവിട്ടടി കൊണ്ടുപോലും പ്രവാചകന്റെ സുന്നത്തിന് നീ എതിരാവാൻ പാടില്ല. അപ്പോൾ മഴ കൊള്ളുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണെങ്കിൽ അത് ചെയ്യാൻ നാം ശ്രമിക്കണം. അതിൽ നമുക്ക് പ്രതിഫലമുണ്ട്. അപ്രകാരം മഴക്കാലത്ത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ഹുക്മാണ്, പലപ്പോഴും പ്രളയവും മറ്റും വരാറുണ്ട്. ഈ തവണ തന്നെ മഴ വന്നു. ശക്തമായ മഴ കാരണത്താൽ ചില ആളുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടായി. അത്തരത്തിൽ ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണെങ്കിൽ അവർക്ക് ഇസ്ലാം നൽകുന്ന പദവി ഷഹാദത്തിന്റെ പദവിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അശ്ശുഹദാഉ ഖംസത്തുൻ, 5 വിഭാഗം ആളുകൾ അവർക്ക് ഷഹാദത്തിന്റെ പദവിയുണ്ട്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഒന്ന് അൽ മത്ഊൻ, പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ടവർ. ചില ഉലമാക്കൾ എല്ലാ പകർച്ചവ്യാധിയും അതോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് അൽ മബ്തൂൻ, വയറിന് പ്രയാസം വന്ന് മരണപ്പെടുന്നവർ. മൂന്നാമത്തേത് സാഹിബുൽ ഹദ്ം, കെട്ടിടമോ മറ്റോ എന്തെങ്കിലും തലയിലേക്ക് വീണ് മരണപ്പെടുന്നവർ. നാലാമത്തേത് അഷ്ഹീദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പുറപ്പെട്ട് കൊല്ലപ്പെടുന്നവർ. അഞ്ചാമത്തേത് അൽ ഗരീഖ്. ഇബ്നുൽ അസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നിഹായയിലും ഹാഫിദ് അൻ-നവവി ശർഹ് സഹീഹ് മുസ്ലിമിൽ പറയുന്നു, ഹുവല്ലദീ യമൂതു ഫിൽ മാ, വെള്ളത്തിൽ വീണ് മരിക്കുന്ന ആളുകൾക്കാണ് എന്ത് പറയുന്നത്? ഗരീഖ് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ വീണ് ഒരുവൻ മരിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാം ഷഹാദത്തിന്റെ പദവിയാണ് നൽകുന്നത്. അവസാനമായി നാം മനസ്സിലാക്കേണ്ട, വളരെയധികം നമുക്ക് ആവശ്യം വരുന്ന, ഈ ദിവസങ്ങളിൽ മാത്രം നമുക്ക് അമലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ചില അസ്കാറുകൾ. അതിലൊന്നാമത്തേത് കാർമേഘങ്ങൾ വരുമ്പോൾ നാം പറയേണ്ട ദിക്ർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, كان النبي صلى الله عليه وسلم إذا رأى سحابا مقبلا من أفق من الآفاق ترك ما هو فيه وإن كان في صلاته حتى يستقبله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കാർമേഘങ്ങൾ വരുന്നത് കണ്ടാൽ ഏത് തിരക്കുകളിലാണെങ്കിലും ആ തിരക്ക് ഒഴിവാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും, അഥവാ അത് നോക്കും. ഫയഖൂലു, ശേഷം അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശർരി മാ ഉർസില ബിഹി. അല്ലാഹുമ്മ, ഈ അദ്കാറുകൾ ബിഇദ്നില്ലാഹ് നിങ്ങൾ പഠിക്കണം, ക്ലാസ്സിന് ശേഷം റെക്കോർഡ് കേട്ടോ മറ്റോ പഠിക്കുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശർരി മാ ഉർസില ബിഹി. അല്ലാഹുവേ, ഇത് ഈ വരാനിരിക്കുന്ന കാർമേഘം, അതിലെന്തെങ്കിലും ഒരു ഷർറുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളതായി ഇമാം നസഈ അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ കാർമേഘം വരുമ്പോൾ നാം പറയേണ്ട ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശർരി മാ ഉർസില ബിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. രണ്ടാമത്തേത്, ശക്തമായ കാറ്റടിച്ചു വീശുമ്പോൾ നാം പറയേണ്ട പ്രാർത്ഥന. പ്രത്യേകിച്ച് മഴക്കാലത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഈ ഭാഗങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ശക്തമായ കാറ്റുണ്ടായിരുന്നു. ശക്തമായ കാറ്റ് വന്നാൽ നാം എന്തു പറയണം? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസഫത്തിർ റീഹ്, ശക്തമായ കാറ്റടിച്ചു വീശിയാൽ അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ, അല്ലാഹുവേ, ഈ കാറ്റിന്റെ ഖൈർ ഞാൻ നിന്നോട് തേടുകയാണ്. വഖൈറ മാ ഫീഹ, ആ കാറ്റ് കൊണ്ടുവരുന്ന ഖൈറിനെയും ഞാൻ നിന്നോട് തേടുന്നു. വഖൈറ മാ ഉർസിലത് ബിഹി, ഏതൊരു ഖൈറാണോ ആ കാറ്റിൽ അടങ്ങിയിട്ടുള്ളത് അതൊക്കെ, അഥവാ
ശക്തമായ കാറ്റ് വന്നാൽ അതിലെന്തെങ്കിലും ഒരു ഖൈറുണ്ടെങ്കിൽ റബ്ബേ ഞാൻ നിന്നോട് തേടുകയാണ്. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. ഇനി ആ കാറ്റിൽ വല്ല ഷർറുമുണ്ടെങ്കിൽ അല്ലാഹുവേ ആ ഷർറിനെ എന്നെ തൊട്ട് നീ നീക്കണം, ആ ഷർറിനെ തൊട്ടൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നതായി നമുക്ക് കാണാം. വേറെയും ചില അദ്കാറുകൾ ഇമാം ഇബ്നുൽ ഇമാം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് സിലാഹുൽ മുഅ്മിൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിക്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയ നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തേത് കാർമേഘം കാണുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഇമാം നസഈ ഉദ്ധരിച്ചത്. രണ്ടാമത്തേത് സഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചതിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. ഈ രണ്ട് പ്രാർത്ഥനകളും നിങ്ങൾ പഠിക്കുക. മൂന്നാമത്തേത് മഴ പെയ്യുമ്പോൾ നാം പറയേണ്ട പ്രാർത്ഥന, മഴ വർഷിക്കുമ്പോൾ നാം പറയേണ്ട പ്രാർത്ഥന. അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടവിട്ട് നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. എത്രയെത്ര സുന്നത്തുകളാണ് ഒരു പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, പ്രത്യേകിച്ച് അത് അറിയാത്ത ആളുകൾക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കണ്ടാൽ പറയും അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇമാം നസഈ ഉദ്ധരിച്ച റിവായത്തിൽ അല്ലാഹുമ്മ സയ്യിബൻ എന്നാണ്, സീനാണുള്ളത്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. ചില റിവായത്തുകളിൽ ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ചില റിവായത്തുകളിൽ സയ്യിബൻ നാഫിഅ എന്ന് കാണാം. സ്വാദ് സീന് പകരം സ്വാദായിട്ടും ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. മനസ്സിലായ വേർതിരിവ്? അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്നും പറയാം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്നും പറയാം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ എന്ന് പറയാം, അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ. അപ്പോൾ ഇനി മഴ നാം കണ്ടാൽ നാം എന്ത് പറയുക? അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് പറഞ്ഞാൽ, സയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? മഴ, ഈ വർഷിക്കുന്ന മഴ, ഒഴുകുന്ന എന്നൊക്കെ അർത്ഥം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, റബ്ബേ ഈ വർഷിക്കുന്ന മഴയെ ഉപകാരപ്രദമായ മഴയാക്കി നീ മാറ്റണം, ഈ വർഷിക്കുന്ന മഴയെ ഉപകാരപ്രദമായ മഴയാക്കി നീ മാറ്റണം. നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വർഷിക്കുന്ന മഴ എല്ലാം ഉപകാരമുള്ളതാണോ? പലതുമല്ല. അപ്പൊ നമ്മൾ ഈ ദുആ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ട് ആളുകൾക്ക് പ്രയാസമുണ്ടായി, കൃഷി നശിച്ചിട്ട് ആളുകൾക്ക് പ്രയാസമുണ്ടായി. എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു പ്രയാസമായിരിക്കും, മഴ പെയ്യുന്നു പക്ഷെ എല്ലാവർക്കും ചൂട് അനുഭവപ്പെടുന്നു. ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു പക്ഷേ പലർക്കും ചൂട് അനുഭവപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? മഴ ഉപകാരപ്രദമാവാത്ത രൂപത്തിലാണ്. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൈസ സന ബിഅല്ലാ തുംതറു, യഥാർത്ഥ ക്ഷാമം, വരൾച്ച എന്ന് പറയുന്നത് മഴ പെയ്യാതിരിക്കലല്ല, മറിച്ച് മഴ പെയ്യുകയും ആ മഴ ഭൂമിയിൽ സസ്യലതാദികൾ വേണ്ടതുപോലെ മുളപ്പിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ വരൾച്ച എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു പ്രദേശത്ത് വരൾച്ചയുണ്ട്. ഇപ്പൊ ഏതുപോലെ, ഇപ്പൊ നമുക്ക് വിശക്കുന്നു, ഭക്ഷണമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വളരെ പ്രയാസമുള്ള സാഹചര്യമാണ്. ഭക്ഷണം മുന്നിലുണ്ട്, അത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം അതിനേക്കാളും കഠിനമാണ്. ഇപ്രകാരം മഴ വർഷിക്കുക, പക്ഷെ ആ മഴയിലൂടെ ഒരു ഉപകാരവും നമുക്കില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഏറെ നമ്മെ ഭീതിപ്പെടുത്തേണ്ട, പേടിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മഴ വർഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുക, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിങ്ങൾ നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നോക്കിയാൽ പ്രവാചകന് ആകാശത്ത് കാർമേഘം മൂടിക്കെട്ടത് കണ്ടാൽ പ്രവാചകൻ ഭയപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭയമുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഇദാ റഅ ഗൈമൻ ഔ റീഹൻ ഉരിഫ ഫി വജ്ഹി, പ്രവാചകന് ശക്തമായ കാറ്റോ അല്ലെങ്കിൽ ആകാശത്ത് കാർമേഘമോ കണ്ടാൽ അവിടുത്തെ മുഖത്തത് മനസ്സിലാകും. ഒരിക്കൽ ആയിഷ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന الناس ഇദാ റഅഉൽ ഗൈം ഫരിഹു റജാഅ അൻ യകൂന ഫീഹി അൽ-മതർ, പ്രവാചകരെ ഈ ജനങ്ങളൊക്കെ കാർമേഘം ആകാശത്ത് കെട്ടിക്കിടന്നാൽ അവർ സന്തോഷിക്കാറാണ് പതിവ്, കാരണം അതിൽ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. വഅറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹിക അൽ-കറാഹിയ, എന്നാൽ താങ്കളാവട്ടെ ഈ മഴയുടെ കാർമേഘം ആകാശത്ത് കണ്ടാൽ താങ്കളുടെ മുഖത്ത് പ്രയാസം തോന്നുകയാണ്, താങ്കളുടെ മുഖത്ത് അതിന്റെ ഭീതി അനുഭവപ്പെടുകയാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ മാ യുഅ്മിന്നി അൻ യകൂന ഫീഹി അദാബ്,
ആയിഷ, ഈ വരുന്ന കാർമേഘത്തിൽ ഒരു അദാബ് ഉൾക്കൊള്ളുന്നില്ല എന്ന് എനിക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ സാധിക്കുക? എന്ത് നിർഭയത്വമാണ് നമുക്കുള്ളത്? നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ശക്തമായ കാർമേഘം കണ്ടാൽ, ഒരുപക്ഷെ ആകാശമൊക്കെ ഇരുട്ടിയത് കണ്ടാൽ നമ്മൾ സന്തോഷിക്കും. പക്ഷേ നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞതുപോലെ, മുൻകഴിഞ്ഞ ഒരു സമുദായം ഇങ്ങനെ ഒരു ദിവസം ഇരിക്കെ അവർക്ക് മുകളിൽ കാർമേഘം കെട്ടിനിന്നു. ഏതാണ് ആ സമുദായം? ആദ് സമുദായം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം. അവർക്ക് മേൽ കാർമേഘം കെട്ടിനിന്നു. അവരെന്ത് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഫലമ്മാ റഅൗഹു ആരിളൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിളുൻ മുംതിറുന. അവർ പറഞ്ഞു, ഇതാ മഴ വർഷിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു പറഞ്ഞു, ബൽ ഹുവ മസ്തഅജൽതും ബി റീഹുൻ ഫീഹാ അദാബുൻ അലീം. അത് നിങ്ങൾ ഈ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മഴയല്ല, അതികഠിനമായ ശിക്ഷയാണ് നിങ്ങൾക്ക് അതിൽ വരാനിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി നൽകി. നിങ്ങൾക്കറിയാലോ, ബിരീഹിൻ സർസറിൻ ആതിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ കാറ്റുകൊണ്ട് ശിക്ഷിച്ച സമൂഹമുണ്ട്. അപ്പോൾ ഈ കാർമേഘം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിക്കുമായിരുന്നു. ശേഷം ചില റിവായത്തിൽ വന്നതുപോലെ ഫഇദാ മതറത് സുറബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസ്ഥയിലായിരിക്കെ മഴ വർഷിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയും ചെയ്യും. അപ്പോൾ കാർമേഘം കാണുമ്പോൾ എപ്പോഴും നമുക്ക് അതിൽ മഴ പെയ്യും എന്നൊരു ഓർമ്മ മാത്രമല്ല, മറിച്ച് ഇത് ശിക്ഷയാകാനും സാധ്യതയുണ്ട് എന്ന ബോധം വേണം. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അപ്രകാരം മഴ വർഷിച്ചാൽ ആ മഴ ഉപകാരപ്രദമായ മഴയാവാനും നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ തുടങ്ങിയ കാര്യങ്ങൾ നാം പറയുക. അതിലൊരു ഫായിദ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിൽ മറ്റൊരു തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബ് അറിയില്ല. ഗൈബ് അറിയായിരുന്നെങ്കിൽ ആ കാർമേഘം അവിടെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകും ആ കാർമേഘം നല്ല മഴയാണോ വരാനിരിക്കുന്നത്, നല്ല ശിക്ഷയാണോ എന്നുള്ളത് പ്രവാചകന് അറിയുമായിരുന്നു. ഇപ്രകാരം തന്നെ മഴക്കാലത്ത് നാം അറിയേണ്ട മറ്റൊരു ഹുക്മാണ്, ഇൻഷാ അല്ലാഹ് നിർത്താം. മഴ വർഷിക്കുമ്പോൾ ചെയ്യുന്ന ദുആ അത് സ്വീകരിക്കപ്പെടുമെന്ന് പല ആസാറുകളിലും വന്നിട്ടുണ്ട്. മഴ വർഷിക്കുമ്പോഴുള്ള സാധാരണ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് പല ആസാറുകളിലും വന്നിട്ടുണ്ട്. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന് അൽ ഉമ്മിൽ ഉദ്ധരിച്ച ഒരു അസറിൽ കാണാം, മുർസലായ റിവായത്താണ്, ഉത്ലുബു ഇസ്തിജാബത ദുആ ഇൻദ ഇൽതിഖാഇൽ ജുയൂഷ് വനുസൂലിൽ ഗൈസ്. നിങ്ങൾ യുദ്ധവേളയിലും മഴ വർഷിക്കുന്ന സമയവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കുക എന്ന് ചില ആസാറുകളിൽ വന്നിട്ടുണ്ട്. പല പണ്ഡിതന്മാരും അത് ദുർബലമാക്കിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയൊക്കെ മഴ വർഷിക്കുന്ന സമയത്തുള്ള ദുആ സ്വീകരിക്കപ്പെടുമെന്ന ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഉലമാക്കളിൽ പെട്ടവരാണ്. അപ്രകാരം തന്നെ മഴക്കാലത്ത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ദുആയാണ് ഇടി ശബ്ദമുണ്ടാകുമ്പോൾ, ഇടിയുടെ ശബ്ദമുണ്ടാകുമ്പോൾ നാം പറയേണ്ട പ്രാർത്ഥന. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായി കാണാം, അന്നഹു ഇദാ സമിഅ അർ-റഅദ, അദ്ദേഹം ഇടിയുടെ ശബ്ദം കേട്ടാൽ പറയും, സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി എന്ന് അദ്ദേഹം പറയാറുണ്ട്. ശേഷം അദ്ദേഹം പറയും, ഇന്ന ഹാദാ ലവഈദുൻ ലിഅഹ്ലിൽ അർളി ലശദീദ്. നിശ്ചയമായും ഈ ഇടിമുഴക്കം അത് ഭൂമി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള താക്കീതാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലെങ്കിൽ അസറിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ദുആവും മശ്റൂആണ്. ഇത് വേറെയും സഹാബികൾ അംഗീകരിച്ചതായി, ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമറിനെ പോലുള്ള സഹാബികൾ അംഗീകരിച്ചതായും ചില ആസാറുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ അദ്കാറുകൾ, ഒന്ന് ഇടിമുഴക്കുമ്പോൾ സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. രണ്ടാമത്തേത് മഴ വർഷിക്കുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ, അല്ലെങ്കിൽ സയ്യിബൻ നാഫിഅ സീൻ കൊണ്ട്. ഇതൊക്കെ ശർഅ് പഠിപ്പിച്ചതാണ്. അപ്രകാരം കാർമേഘം വന്നു മൂടിയാൽ അവിടെ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശർരി മാ ഉർസില ബി, അപ്രകാരം ശക്തമായ കാറ്റടിച്ചു വീശുകയാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി തുടങ്ങിയ പ്രാർത്ഥനകൾ, അദ്കാറുകൾ നാം പഠിക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ ഈ പറയുന്ന ഫിത്നകളിൽ നിന്നും മസായിബുകളിൽ നിന്നും ഒരു വിശ്വാസിയെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ കോട്ട എന്ന കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയുക. അദ്കാറുകൾ നമുക്ക് ജീവിതത്തിൽ നൽകുന്ന ബലം നിസ്സാരമല്ല. ഒരുപക്ഷേ അതികഠിനമായ
മഴ വർഷിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയും ഏതെങ്കിലും ഒരു അടിമ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് സത്യസന്ധമായി റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്ത കാരണത്താൽ ആ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിയേക്കാം. അതുകൊണ്ട് അമലുകളെ നിസ്സാരമായി കാണാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ ധാരാളം ചരിത്രങ്ങൾ. അവർ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹി ഒരിക്കൽ തേളുകടിച്ചു. അദ്ദേഹം ഉടനെ പറഞ്ഞത് എന്താണ്? ഞാൻ ഇന്നലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു പറയാൻ മറന്നുപോയിരുന്നു. മറ്റൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ തേളുകടിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പേടിക്കാനില്ല, ഇന്നലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അദ്കാറുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കവചമാണ്, പിശാചിൽ നിന്നും ബാക്കിയുള്ള ഷർറുകളിൽ നിന്നും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അദ്കാറുകളെ നിസ്സാരമായി കാണാൻ പാടില്ല. ഈ മഴയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ കാലം മാത്രം, ഈ കാലാവസ്ഥയിൽ മാത്രം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഈ അദ്കാറുകൾ, അതിനെ നാം ശ്രദ്ധയോടെ എടുക്കുകയും അത് പഠിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നാം ഹയാത്താക്കുക. അവസാനമായി വളരെയധികം പ്രചാരണത്തിലുള്ള ഒരു ലഈഫായ ഹദീസ് സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. ചിലരൊക്കെ വാട്സപ്പിലും മറ്റും പ്രചരിപ്പിക്കുന്നതായി കണ്ടു. തണുപ്പ് കാലം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വസന്തകാലമാണ് എന്ന റബീഉൽ മുഅ്മിൻ എന്ന ഒരു ഹദീസ് ചിലരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റും വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ആ ഹദീസ് ദുർബലമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഹാഫിദ് അദ്ദാറഖുത്നി റഹിമഹുല്ലാ വിശദീകരിച്ചതായി അദ്ദേഹത്തിന്റെ അൽ ഇലലിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ലഈഫായ ഹദീസുകളിൽ നിന്ന് നാം മാറി നിൽക്കുക. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഫി സ്വഹീഹി ഗുനിയത്തുൻ അനിൽ ലഈഫ്, സഹീഹായ ഹദീസ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലഈഫായ ഹദീസിന്റെ ആവശ്യം നമുക്കില്ല. എന്നിരുന്നാലും സലഫുകൾ തണുപ്പ് സമയത്ത് ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നു. നാം ഇബാദത്തുകളിൽ ശ്രദ്ധ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കാനും അമലിൽ കൊണ്ടുവരുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതിലോ മറ്റോ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? മഴ കൂടിപ്പോയാൽ മഴ പെയ്യാനുള്ള പ്രധാനപ്പെട്ട സബബ് എന്താണ്? ഇസ്തിഗ്ഫാറാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നൂഹ് അലൈഹിസ്സലാം തന്നെ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ മഴ വർഷിക്കാൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു സമൃദ്ധമായ മഴ നിങ്ങൾക്ക് നൽകും. അപ്പോൾ മഴ വർഷിക്കാൻ പ്രധാനപ്പെട്ട സബബ് ഇസ്തിഗ്ഫാറാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലായിരിക്കെ ചില സഹാബികൾ പ്രവാചകന്റെ അരികിൽ വന്നു. ശേഷം പറഞ്ഞു, ഹലകത്തിൽ അംവാൽ, പ്രവാചകരെ സമ്പത്തൊക്കെ നശിച്ചിരിക്കുകയാണ്, വെള്ളമില്ല, താങ്കൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ വർഷിച്ചു, തുടർച്ചയായ മഴ, ശക്തമായ മഴ പെയ്തു. അങ്ങനെ അടുത്ത ആഴ്ച സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ മഴ അധികരിച്ചിരിക്കുകയാണ്, പല സ്ഥലങ്ങളിലും വെള്ളം കയറി. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ദുആ പഠിപ്പിച്ചു. അത് ഇസ്തിസ്ഹാഇന്റെ ദുആ എന്ന് പറയും. അഥവാ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അല്ലാഹുമ്മ അലൽ ആകാം വദ്ദറാബ് വബുതൂനിൽ ഔദിയ. അഥവാ അല്ലാഹുവേ, ഈ മഴയെ സമീപ പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ താഴ്വരകളിലേക്കൊക്കെ നീ ഒഴുക്കി കളയണം എന്ന പ്രാർത്ഥന. ഇതും നമുക്ക് ഉപകാരപ്രദമായ പ്രാർത്ഥനയാണ്. ഞാനത് വിട്ടുപോയതായിരുന്നു. ജസാക്കല്ലാഹു ഖൈറൻ. ആ പ്രാർത്ഥനയും നാം പഠിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ പ്രളയമുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അതെങ്ങനെ നിങ്ങളിലേക്ക് ആശയം എത്തിക്കണം എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തടിസ്ഥാനത്തിലാണ്? വഹീന്റെ അടിസ്ഥാനത്തിലാണ്. മഴ വർഷിപ്പിക്കുന്ന റബ്ബ് ഏതാണോ ആ റബ്ബിൽ നിന്നുള്ള വഹി. അതുകൊണ്ട് ആ റബ്ബിനോടാണ് നമ്മൾ ആ റബ്ബ് പഠിപ്പിച്ചിരിക്കുന്ന പ്രതിരോധ മാർഗങ്ങൾ നാം സ്വീകരിക്കണം. ഈ മഴ ഉപകാരപ്രദമാകാൻ വേണ്ടി ദുആ ചെയ്യുക. ഒരു പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ ദുആ ചെയ്തിരുന്നുവെങ്കിൽ കഴിയുന്നതിൽ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, അദ്കാറുകൾ ചൊല്ലിയാൽ വലിയൊരു മുസീബത്ത് തടുക്കാൻ നമുക്ക് സാധിക്കും. അദ്കാറുകൾ ചൊല്ലിയാൽ നമുക്ക് വലിയൊരു മുസീബത്ത് തടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അദ്കാറുകൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴയുമായി ബന്ധപ്പെട്ട അദ്കാറുകളൊക്കെ മഴക്കാലത്ത് മാത്രം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മുത്തർന ബിഫദ്ലില്ലാഹി വറഹ്മതി വന്നിട്ടുണ്ട്. പക്ഷെ അത് ദുആയാണോ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറിയിപ്പായി പറഞ്ഞതാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ സംസാരമുണ്ട്. കാരണം അതിനുണ്ടായ ഒരു പശ്ചാത്തലം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹുദൈബിയ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സംഭവം, ഈ
നക്ഷത്രമാണ് മഴ വർഷിപ്പിക്കുന്നതെന്നൊരു വിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ, എൻ്റെ ഓർമ്മയിൽ ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്, പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ ചില ആളുകൾ അവർ പറഞ്ഞിരിക്കുന്ന വാക്ക് കാരണത്താൽ ചിലർ മുഅ്മിനീങ്ങളാണ്, ചിലർ കാഫിരീങ്ങളാണ്, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഇന്നലെ രാത്രി പെയ്ത മഴ ഇന്ന നക്ഷത്രം കാരണത്താലാണ് പെയ്തത്. മുതിർന ബിനൗഇ കദാ വ കദാ, ഇന്ന നക്ഷത്രം കാരണത്താൽ മഴ പെയ്തു എന്ന് പറഞ്ഞവർ അവർ മുശ്രിക്കീങ്ങളായിരിക്കും. എന്നാൽ മുതിർന ബിഫദ്ലില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ അവർ മുഅ്മിനീങ്ങളാണ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതുകൊണ്ട് പല പണ്ഡിതന്മാരും പറയുന്നത്, നമ്മൾ നക്ഷത്രത്തിലേക്കോ മറ്റോ ചേർത്താതെ നമ്മൾ എന്ത് പറയുക, മുതിർന ബിഫദ്ലില്ല, അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ടാണ് മഴ വർഷിച്ചത് എന്ന് പറയുക. പക്ഷെ അതൊരു ദിക്റായി പലരും എണ്ണുന്നില്ല. അല്ലാഹു അഅലം. ഇല്ല, പള്ളിയിൽ വെച്ച് നിങ്ങളിപ്പോൾ ചോദിച്ചത് ളുഹർ നിസ്കരിച്ച പിന്നെ അസറിന് ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ? അല്ലാഹു അഅലം, നോക്കണം. ജമഅ ചെയ്താൽ എങ്ങനെയാണ് സുന്നത്ത് നിസ്കരിക്കുക? ഇപ്പൊ നമ്മൾ മഗ്രിബും ഇശാഉം ജമഅ ചെയ്യുക, അതായത് ളുഹറും അസറും ജമഅയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ളുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കാം, പിന്നെ ളുഹർ നിസ്കാരം 2 റക്അത്ത്, പിന്നെ അസർ, പിന്നെ ളുഹറിന് ശേഷമുള്ള സുന്നത്ത്, പിന്നെ അസറിന് മുമ്പുള്ള സുന്നത്ത്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നാണ് നവവി റഹിമഹുല്ല വിശദീകരിച്ചത്. ഖസറാക്കാൻ പാടില്ല, ജമഅ മാത്രം. സുന്നത്ത് നിസ്കാരം ഖസറല്ല, ജമഅ ആണ്. രണ്ടെന്ന് പറഞ്ഞ അഫ. ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുക, അസർ 4 റക്അത്ത്. ആദ്യം ളുഹറിന്റെ സുന്നത്ത്, പിന്നെ ളുഹർ, പിന്നെ അസർ, പിന്നെ ളുഹറിന് ശേഷമുള്ള സുന്നത്ത്, പിന്നെ അസറിന് മുമ്പുള്ള സുന്നത്ത്. ഈ തർത്തീബിലാണ് നിസ്കരിക്കേണ്ടതാണ് മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നത് എന്ന് നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റൗളത്തുൽ താലിബീനിൽ വിശദീകരിച്ചിട്ടുണ്ട്. വേറെന്തെങ്കിലും? ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുന്നുണ്ട്, പള്ളിയിൽ വെച്ച് മാത്രമേ ജമഅ. അല്ലല്ല, ഞാൻ പറയുന്ന മഴ കാരണത്താലുള്ള ജമഅ, മഴ കാരണത്താലുള്ള ജമഅ. അതല്ലാതെ നമുക്ക് ജമഅ ആവശ്യമുണ്ടെങ്കിൽ നിർവഹിക്കാം. യാത്രയിലാണെങ്കിൽ നമുക്ക് വീടുകളിൽ വെച്ചോ എവിടെ വെച്ചോ നമുക്ക് ജമഅ നിസ്കരിക്കാം. ജമഅന് നമുക്ക് മാനദണ്ഡം എന്താണ്? എപ്പോഴാണ് ജമഅ അനുവദിക്കപ്പെടാ? ആവശ്യമുണ്ടെങ്കിൽ. യാത്ര വേണമെന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ജമഅ ചെയ്യൽ അനുവദനീയമാണ്. ഇബ്നു സിരീൻ റഹിമഹുല്ല ആ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പതിവാക്കാതെ ഒരു വ്യക്തിക്ക് ജമഅ ചെയ്യൽ അനുവദനീയമാണ്. ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ട്, അപ്പം അദ്ദേഹം എന്തും ആവശ്യമായിക്കൊള്ളു. ഇപ്പോൾ ഉദാഹരണത്തിന് മഗ്രിബിന്റെ സമയത്ത് നല്ല തലവേദന, ആ വ്യക്തിക്ക് പൊതുവെ തലവേദന വന്നാൽ ഇശ ആകുമ്പോഴേക്കും ആ തലവേദന നീങ്ങാറില്ല, കഠിനമായ തലവേദനയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗുളിക കുടിച്ച് വേണം എന്ത് ചെയ്യാം, നിസ്കാരം ജമഅ ചെയ്ത് ഉറങ്ങൽ അനുവദനീയമാണ്. പല സാഹചര്യങ്ങളും വരും. ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവാണ്, ഇത് പലപ്പോഴും പല സഹോദരങ്ങൾക്കും സംഭവിച്ചൊരു ഉദാഹരണമാണ്. ഇപ്പോൾ റിയാദിലൊക്കെ ചില സഹോദരങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങും. അവരെങ്ങനെയും മഗ്രിബിന്റെ സമയത്തിന് ബ്ലോക്കിൽ തന്നെയായിരിക്കും. ഇശ വരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അദ്ദേഹം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ആ അവസ്ഥയിൽ നിസ്കരിക്കുക എന്ന് പറയാം, അതേ അവസ്ഥയിൽ അദ്ദേഹത്തിന് നിസ്കരിക്കാം. പക്ഷെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ജമഅ ചെയ്യാം. അവർക്ക് ഇശാന്റെ സമയത്തേക്ക് ജമഅ ചെയ്യൽ അനുവദനീയമാണ്. ജമഅനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് പ്രവാചകൻ ജമഅ അനുവദിച്ചത്? അദ്ദേഹം പറഞ്ഞു, കൈലാ യുഹ്രിജ ഉമ്മത്തിന് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രയാസമുണ്ടെങ്കിൽ ജമഅ അനുവദിക്കപ്പെടും. എന്നാൽ ഖസറിന് യാത്ര നിർബന്ധമാണ്. അതാണ് ജമഅയും ഖസറും തമ്മിലുള്ള വ്യത്യാസം. ജമഅയും ഖസറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ്. ഒരു നിസ്കാരത്തിന് അഥവാ ഒരു ബാങ്ക് കൊടുക്കുക, അതിനുശേഷം ആദ്യം ളുഹറിന് ഇഖാമത്ത് കൊടുക്കുക, ളുഹർ നിസ്കരിക്കുക, പിന്നെ ഇഖാമത്ത് കൊടുക്കുക, അസ്ർ നിസ്കരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ചെയ്തതായിട്ട് സഹീഹ് മുസ്ലിമിൽ ജാബിർ റളിയല്ലാഹു ഹദീസിൽ വന്നത്. എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ 2 ബാങ്ക് 2 ഇഖാമത്ത് വന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തഹ്ദീബുസ് സുനനിൽ ഈ മസ്അല വിശദീകരിച്ച ശേഷം പറഞ്ഞു, അസ്സഹീഹു അൽ അഖ്ദു ബിഹദീസ് ജാബിർ, ശരിയായ നിലപാട് ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് മർഫൂഅ, പ്രവാചകന്റെ പ്രവർത്തനം അതാണ്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ മുൻഗണന നൽകേണ്ടത്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എന്താണ് ബാങ്ക് ഇഖാമത്ത് കൊടുക്കേണ്ടതുണ്ടോ? എന്താണ്? കൊടുക്കണം. അതാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടത്.
ളുഹറിന്റെ സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത്, പിന്നെ അസറിന് മുമ്പുള്ള സുന്നത്ത്. അസറിന് മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്. ചില ഹദീസുകളിൽ അബ്ദുല്ലാഹ് ബിൻ മർവാന്റെ ഹദീസിലെ വിശ്വാസങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു മർഅൻ സല്ല ഖബ്ല അൽ-അസ്രി അർബഅ, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ച വ്യക്തിക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇമാം തിർമിദി ആണെന്ന് എൻ്റെ ഓർമ്മ ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസിൽ ചില പണ്ഡിതന്മാർ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചിലർ അസറിന് മുമ്പ് സുന്നത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ അള്ളാഹു അലം ഹദീസ് സ്ഥിരപ്പെടുത്തിയതാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ്. 6 അല്ലേ, ഇപ്പോൾ ഒരാൾക്ക് 8 തന്നെ നിസ്കരിക്കാം. ളുഹറിന് മുമ്പ് 4, ശേഷം 4 ഉണ്ടല്ലോ. ഈ നിങ്ങൾ ഉദ്ദേശിച്ച റവാത്തിബായ സുന്നത്ത് മാത്രമാണോ? റവാത്തിബായ സുന്നത്ത് 12 ആണെന്നും 10 ആണെന്നും ഹദീസുകളുണ്ട്. ഇനിയിപ്പോൾ 12 എടുത്താൽ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യം 4 നിസ്കരിക്കാം, പിന്നെ ളുഹർ നിസ്കരിക്കാം, പിന്നെ അസർ നിസ്കരിക്കാം, പിന്നെ ളുഹറിന് ശേഷമുള്ള സുന്നത്ത്. ഖലാസ്, അസർ ളുഹറിന് ശേഷമുള്ള സുന്നത്ത് അസർ. ഖലാസ് കൊടുക്കാം. അതാണ് റസൂലുള്ളാഹിന്റെ ഫത്വ. മതിയാവും. ഒരാളിപ്പോൾ അത് ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം മതിയാവും, ശരിയാണ്. പക്ഷേ ബാങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാങ്ക് കൊടുക്കാം. റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ട് നല്ല നിർദ്ദേശിച്ചതായിട്ട് വന്നിട്ടുണ്ട്. മസ്ജിദിലോ? മസ്ജിദിൽ ഇമാം അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കാം. മഴയ്ക്ക് കാരണത്താലല്ലേ? മഴയില മഴ കാരണം ജമാഅക്ക് നിസ്കരിക്കുന്നത് മസ്ജിദിലെ പറ്റും. നിങ്ങൾ ലാസ്റ്റ് വന്നതാ, അതായത് അഥവാ മഴ കാരണം ശറഅ് ഇസ്ലാം ജമാഅ ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. ആ ജമാഅ മസ്ജിദിൽ മാത്രമേ പറ്റൂ. അതല്ലാതെ നമ്മൾ യാത്രയിലും മറ്റൊക്കെ ചെയ്യുന്ന ജമാഅ എവിടെയും പറ്റും. മഴ കാരണം പറ്റൂല. വീടുകളിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇമാം ഷാഫിഈന്റെ ചില സംസ്ഥാനങ്ങളിൽ മുസല്ലകളിൽ പോലും പാടില്ല. പുറമേയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാടില്ല. മസ്ജിദിൽ മാത്രമേ അത് പറ്റൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇബാദത്ത് അസ്ല് തൗഖീഫിയാണ്. തെളിവ് വരാതെ നമുക്ക് ഇബാദത്തിൽ ഒന്നും പറയാൻ പാടില്ല. കാരണമില്ലാതെ ഞാൻ പറഞ്ഞില്ല. അതിൽ കാരണമില്ലാതെ എന്നല്ലല്ലോ പറഞ്ഞത്. മഴയും യുദ്ധവും യാത്രയും ഇല്ലാത്ത സമയത്ത് പ്രവാചകൻ ജമാഅ ചെയ്തിട്ടുണ്ട്. അത് ഏത് സാഹചര്യങ്ങൾ? അറഫയിൽ ചെയ്തിട്ടുണ്ട്. അത് കാരണമില്ലാതെ അല്ല. ഇപ്പൊ അറഫയിൽ ദീർഘമായിട്ട് അവർക്ക് നിൽക്കണം, അവർക്ക്